നജീബ് മൗലവി അവർ അവതരിപ്പിച്ചത് എല്ലാവരും കേട്ടു കഴിഞ്ഞിരിക്കുമല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉള്ളവർക്ക് ചോദിക്കാം. മൈക്ക് നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ പ്രവർത്തകർ തരും, അവർക്ക് ചോദിക്കാം. ചോദ്യകർത്താവ് എഴുന്നേറ്റ് നിൽക്കണം. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരോ ഒരാളും അതിനിടയിൽ കയറി ശല്യപ്പെടുത്തരുത്. ചോദ്യകർത്താവ് സുഖമായി ചോദിക്കട്ടെ. എന്ത് സംശയവും ഈ വിഷയം അവതരിപ്പിച്ച ഈ വിഷയത്തെക്കുറിച്ച് എന്ത് സംശയവും ഉണ്ടെങ്കിലും ചോദിക്കാം. ഏത് സുല്ലമിമാരോ അബൂമുബീനമാരോ ആ ഇനത്തിൽപ്പെട്ട ആരോ, മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ, ആരുണ്ടെങ്കിലും ചോദിക്കാം. സംതൃപ്തരായി പോകാവൂ. ചോദ്യം വെറും മുക്കാബറയാവില്ല. വേറെ മനുഷ്യന്മാർ കേൾക്കുന്നവരുണ്ടാവുമല്ലോ, തർക്കിക്കാനായിട്ട് ചോദിക്കില്ല. അവ സത്യം മനസ്സിലാക്കുന്നത് വരെ, മനസ്സിലായി കഴിഞ്ഞാൽ അവൻ മൈക്ക് കൊടുക്കണം. അത്ര ചോദ്യം കണക്കില്ല. മറ്റു പറയും പോയാൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചോളൂ, അല്ലെങ്കിൽ എഴുതി തരാനേ പറഞ്ഞത്. അങ്ങനെ നേർക്ക് നേർ പരിപാടിയാണ്. ഒരു ഭാഗത്ത് പറച്ചിലും ഒരു ഭാഗത്ത് ചോദ്യം എഴുതലുമല്ല, തൊള്ളോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേർ. അതേ നിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് സമാധാനപൂർവ്വം ചോദിക്കാം. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവർ തന്നെ അതിന് വ്യക്തമായ മറുപടി തരുന്നതാണ്. ഈ വിഷയമായിരിക്കണം ചോദിക്കുന്നത്. ഇവിടുന്ന് അവതരിപ്പിച്ച വിഷയം പറഞ്ഞല്ലോ, എണീറ്റൊന്ന് ചോദിക്കണം. ആരും മറ്റൊരാൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ആർക്കും എന്തും ചോദിക്കാം. വേറെ സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോണം. സുന്നത്ത് ജമാഅത്തിൽ ശിർക്ക് എന്ത്? നമ്മൾ മൗലൂദിയാലും ശിർക്ക്, തുണി മടുക്കുത്തിയാലും ശിർക്ക്, ഒക്കെ ശിർക്ക് എന്നൊരു കാലമാണല്ലോ. ശിർക്കിന്റെ ഒരു തിരക്ക് ഇപ്പൊ കേട്ടല്ലോ. കുറെയൊക്കെ ശിർക്ക്, കുറെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറൊന്നും ഇനി പറയാനില്ല. പിന്നെ 3 മണിക്കൂർ നമുക്കത് അവസാനിപ്പിക്കണം. അങ്ങനെ വേണ്ടതല്ലേ? ഒരു 1.25 മണിക്കൂറുണ്ട്. വലിയ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊക്കെ തീർക്കാനുള്ള നേരണ്ടേ. അപ്പൊ ഒരു 1.25 മണിക്കൂർ, 3 മണിക്കൂറേ കാരണം നമുക്ക് നമസ്കരിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെയാണല്ലോ. അപ്പൊ അതിന് വേണ്ടി ഒരു 3 മണിക്ക് നമുക്ക് നിർത്തണം. അതിനിടയ്ക്ക് ചോദിക്കാം. പ്രവർത്തകർ മൈക്കുമായി ഉണ്ടാവുണ്ടോ? ആർക്കും സംശയം ഉണ്ടെങ്കിൽ, ആർക്കും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ സമയമൊക്കെ വെറുതെ പോയി. നജീബുൽ വേഗം നിർത്തിയത് ആ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വേണ്ടി. ഈ നടക്കുന്ന ആൾക്കാർ പ്രവർത്തകർ മാത്രം കേട്ടോ, മറ്റൊക്കെ എല്ലാവരും കൂടി നടക്കുമ്പോൾ കലങ്ങി പോലെ അച്ചടക്കമുള്ള സംസ്ഥാനമുള്ള. നമ്മുടെ കേരളത്തിലെ സുന്നി മുസ്ലിമീങ്ങളുടെ ഇടയിൽ പൊതുവായിക്കൊണ്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു എന്നുള്ളത്. അഥവാ കറാമത്തിന്റെ കഴിവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ കറാമത്തിന്റെ കഴിവ് എന്ന് പറയുന്ന കഴിവ് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവ് ഒന്നുണ്ട്, അഥവാ ഇസ്തിതാഅത്ത്, സലാമത്തുൽ അസ്ബാബ് വൽ ആലാത്ത് വൽ ജവാരിഹ് എന്നുള്ള കഴിവ്. ഇതല്ലാതെ അമ്പിയാക്കന്മാർക്ക് ഇതിനു പുറമെ അല്ലാഹു തആല വല്ല കഴിവും കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അമ്പിയാക്കന്മാർക്ക് കറാമത്തിന്റെയും മോചിതത്തിന്റെയും കഴിവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അഖീദയുടെ ഉദ്ധരണിയിലുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും കറാമത്ത് അവരുടെ പ്രകടമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖൽഖ് ചെയ്യുകയാണ്. ഒരിക്കലും ആ ഖുദ്റത്ത്, ആ കഴിവ് അവർക്ക് കൊടുക്കുന്നില്ല. ഇസ്തിതാഅത്ത് എന്ന് പറയുന്ന സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു കൊടുക്കുന്ന കഴിവാണ് കൊടുക്കുന്നത്. ഇതിലപ്പുറം ഒരു കഴിവ് അവർക്കുണ്ടോ ഇല്ല എന്നുള്ളത്. ചോദ്യകർത്താവിന് കുറേ അധികം സുന്നി സ്റ്റേജുകളും അതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് ഇത് സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലരും പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഇസ്തിശ്ഫാഅ് നടത്തുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇസ്തിശ്ഫാഅ് നടത്തുമ്പോൾ, അതായത് ബദരീങ്ങളെന്നോ ഔലിയാക്കളെന്നോ നബിയെന്നൊക്കെ വിളിക്കുമ്പോൾ
അവരുടെ കറാമത്ത്, മുഅ്ജിസത്ത് എന്നിവകൾ കൊണ്ട് അവർ നേരിട്ട് സഹായിക്കാം. അവർ നേരിട്ടല്ലാതെ അവരെ വിളിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി അവരെന്റെ ഇഷ്ടക്കാരെയാണല്ലോ വിളിച്ചത് എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരറിയാതെയും സഹായിക്കാം. അപ്പൊ ഇവരറിഞ്ഞും അറിയാതെയും അള്ളാഹുവിന്റെ സഹായം ഇസ്തിശ്ഫായിലൂടെ ലഭ്യമാകും എന്ന് ആദ്യമായി ചോദ്യകർത്താവ് മനസ്സിലാക്കണം. അങ്ങനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഒന്ന് മൈക്ക് കൊടുത്തോട്ടെ. അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടോ? അതായത് അവരറിയാതെയും ഇസ്തിഗാസയോ ഇസ്തിശ്ഫായോ മുഖേന അള്ളാഹു സഹായിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതിൽ പറയും. അത് നമ്മൾ സംശയം അതല്ല, അത് മനസ്സിലാക്കി. ഞാൻ ഇത് മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി എങ്കിൽ മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ സഹായിച്ചാലും ഔലിയാക്കൾ അറിയാതെ അള്ളാഹു സഹായിച്ചാലും നമ്മളെ ഇസ്തിഗാസയും ഇസ്തിശ്ഫായും നടക്കും. അതിൽ വെച്ച് പോലെ അതല്ല നമ്മൾ വിഷയം ഷിർക്കിന്റെ വിഷയമാണല്ലോ നമ്മൾ മനസ്സിലാക്കി. ഷിർക്കാവുമ്പോൾ ഇവിടെ ഷിർക്ക് വരുന്നുണ്ട്. അതായത് അള്ളാഹുവിന്റെ സിഫാത്തിൽ പങ്കു ചേർക്കാവുന്നത്, അള്ളാഹുവിന്റെ അസലിയായിരിക്കുന്ന കുദറത്ത്, ഈ കുദറത്ത് മറ്റൊന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഷിർക്കിന്റെ ഭാഗം അവിടെ വരുന്നുണ്ട്. അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും ഈ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അത് ഷിർക്കാണ്. ആ സിഫാത്തിലൂടെ ഷിർക്ക് വരുന്നുണ്ട്. റാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഷിർക്ക് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് ആ വിഷയത്തിലാണ് സംശയം. നിങ്ങൾ പറഞ്ഞാൽ നിർത്തിയിട്ടേ ഞാൻ പറയുള്ളൂ. അതുപോലെ എനിക്കും അവകാശമുണ്ട്, അത് സമ്മതിച്ചാൽ മതി. ഞങ്ങൾ ചോദിച്ചതുപോലെ എനിക്കും ഒരു വീർപ്പിൽ അങ്ങനെ മറുപടി പറയാം. അതല്ല നേർക്കുനേരെ ആവുമ്പോൾ എല്ലാവർക്കും സംശയം പെട്ടെന്ന് എല്ലാ നിലക്കും തീരാൻ വേണ്ടിയാണ് ഈ രീതി സ്വീകരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതുപോലെ വീർപ്പില്ലാതെ ചോദിക്കുക, അതുപോലെ മറുപടി പറയാൻ കഴിയും. അത് അങ്ങനെ വേണം. അത് മനസ്സിലായി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം. അപ്പോ എന്റെ നിർത്താം. പിന്നെ ഞാൻ വീണ്ടും ചോദിക്കും. നിങ്ങൾ ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ല മറുപടിക്ക് എഴുന്നേറ്റ്. അപ്പോൾ അല്ലാഹു തആലാന്റെ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ വിളിക്കുമ്പോഴും അവരെ ഇസ്തിശ്ഫാ നടത്തുമ്പോഴും ഔലിയാക്കൾ സഹായിക്കും, അമ്പിയാക്കൾ സഹായിക്കും. കൊടുത്ത കഴിവുകൊണ്ടാകട്ടെ കൊടുക്കാത്ത കഴിവുകൊണ്ടാവട്ടെ അവർ സഹായിക്കും എന്ന് തന്നെ മൗലികമായി അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നില്ല. അവർ സഹായിക്കാം. അവർക്ക് അല്ലാഹു അനിതര സാധാരണമായി കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവർ സഹായിക്കാം. അവരറിയാതെ തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കുന്നതിന്റെ പേരിൽ അല്ലാഹു സഹായിക്കാം. അതും ഇസ്തിശ്ഫായിലും ഇസ്തിഗാസയിലും നടക്കും. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഔലിയാക്കളുടെ കറാമത്തിനെയും അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെയും മാത്രം ആധാരമാക്കിയല്ല അഹ്ലു സുന്നത്ത് ഇസ്തിഗാസ നടത്തുന്നതും ഇസ്തിശ്ഫാ നടത്തുന്നതും. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇനി നേരെ അവർ കഴിവ് കൊടുക്കുന്ന നിങ്ങളുടെ സംശയത്തിലേക്ക് വരാം. സാധാരണ കാര്യങ്ങൾക്ക് സാധാരണക്കാർക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം കഴിവ് കൊടുക്കുന്നുണ്ട്. കഴിവ് കൊടുക്കുന്നത് എങ്ങനെയാണ്? കഴിവ് കൊടുക്കാനുള്ള പാകതയിൽ അല്ലാഹു തആല അടിയങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അവർക്ക് അവസരമൊരുക്കുന്നു. തൽസമയം പ്രവർത്തിക്കാൻ അവർ മുതിരുന്നു. അപ്പോൾ സാധാരണ പ്രവൃത്തികൾക്ക് അവർക്ക് കഴിവ് നൽകുന്നു. ഞാൻ സാധാരണക്കാരെ കൂടി ഉദ്ദേശിച്ചായിട്ട് ചോദ്യകർത്താവിനെ മാത്രമല്ല, എന്റെ കൈ ഇവിടെ ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് അല്ലാഹു തആല കഴിവ് നൽകുകയാണ്. ഇത് കഴിവ് നൽകും മുൻപ് അല്ലാഹു ഉയർത്താൻ പറ്റുന്ന വിധം കഴിവ് നൽകാൻ പാകമായ ഒരു കൈ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഉയർത്താൻ വിചാരിക്കാൻ തക്കവണ്ണം ഒരു മനസ്സെനിക്ക് നൽകിയിട്ടുണ്ട്. ആ മനസ്സിൽ അങ്ങനെ പൊക്കണം എന്ന് വിചാരിക്കാനുള്ള വിചാരശേഷിയും നൽകുന്നുണ്ട്. അതനുസരിച്ച് വിചാരിക്കുമ്പം പൊക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുകയാണ് സാധാരണ പ്രവൃത്തിക്ക്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. ഇതുപോലെ അസാധാരണ പ്രവൃത്തികൾക്ക് കഴിവ് നൽകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇഖ്തിയാർ പ്രകാരം അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നതുണ്ട്. ചിലപ്പോൾ അല്ലാതെ അവരിലൂടെ അവരറിയാതെ പോലും നടത്തുന്ന അസാധാരണ കഴിവുകളും ഉണ്ട്. അവക്കും മുഅ്ജിസത്ത് എന്ന് പറയും, കറാമത്ത് എന്ന് പറയും. കൂടുതൽ വിവരണത്തിന് ഇത് സംബന്ധിച്ച് മുഅ്ജിസത്ത് കറാമത്തിന്റെ നിരൂപണത്തിന്റെ വിവരണത്തിന് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ലക്കം നുസ്രത്ത് വായിക്കുക. ഏതാനും കോപ്പികൾ വിവരമുണ്ടേതാനും. ഉദാഹരണമായി, ഒരു ഒലിയ് ഉറങ്ങുമ്പോൾ ആ ഉറങ്ങുന്ന ഒലിയിലൂടെ അയാളെ വെട്ടാൻ വേണ്ടി വരുന്നതായ ആളുകളെ
അയാളെ വെട്ടാൻ വേണ്ടി ഓങ്ങുന്ന സമയത്ത് അവരുടെ കൈ വിറച്ചിട്ട് ആളുടെ കയ്യിൽ നിന്ന് വാള് തെറിച്ചു പോയാൽ ഇത് അള്ളാഹു ആ വലിയിൽ നൽകുന്ന കറാമത്താണ്. ഇക്കറാമത്ത് ആ വലി അറിഞ്ഞില്ല, ആ വലി ഉറങ്ങുകയാണ്. അപ്പൊ ഉറങ്ങുന്ന വലിയിന് അറിയാതെ നൽകുന്നതിനും അഹ്ലു സുന്നത്ത് കറാമത്ത് എന്ന് പറയും. നേരെ മറിച്ച് ചില ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്, വടി പാമ്പാക്കുന്നത്, അതുപോലെ കൈവിരല് ചൂണ്ടിയാൽ അവിടെ പ്രകാശം വരുന്നത്, കൈ കാണിച്ചാൽ വെളിച്ചം വരുന്നത് തുടങ്ങിയിട്ടുള്ള ചില സിദ്ധികൾ അല്ലാഹു തആല ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി നൽകിയതുപോലെ ഔലിയാക്കൾക്ക് കറാമത്തായി നൽകും. അവയെ സാധാരണക്കാരായ ആളുകൾ സാധാരണ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അല്ലാഹു കഴിവ് നൽകുന്നത് പോലെ ഇതേ അസാധാരണപരമായ കാര്യങ്ങൾക്ക് അവർ വിചാരിക്കുമ്പോൾ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കഴിവ് നൽകുന്ന സംവിധാനത്തിലും അല്ലാഹു സൃഷ്ടിക്കും. ഇതും മുഅ്ജിസത്ത് കറാമത്തിൽ പെടും എന്നേ ഉള്ളൂ. എല്ലാ ഔലിയാക്കൾക്കും അവരുടെ കറാമത്തുകളും എല്ലാ അമ്പിയാക്കൾ അവരുടെ മുഅ്ജിസത്തുകൾ എന്തായാലും ഇഷ്ടപ്രകാരം ചെയ്യണം. ഔലിയാക്കൾക്ക് നൽകപ്പെടുന്ന കറാമത്തുകൾ അവരുടെ ഇഷ്ടപ്രകാരമെല്ലാം ചെയ്യുവാനും അവരുടെ ഇഷ്ടപ്രകാരം മാത്രമേ ചെയ്യുള്ളൂ എന്നും വ്യവസ്ഥയില്ല. ഇതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് കറാമത്തിനെ ആസ്പദമാക്കി മാത്രമല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇസ്തിഗാസയും ഇസ്തിശ്ഫാവും നടക്കുന്നത്. അവർ നേരിട്ട് സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രവും അല്ല. ചിലപ്പോൾ അവർ നേരിട്ട് സഹായിച്ചെന്ന് വരാം. നമ്മൾ സാധാരണ സഹായിക്കുന്നത് പോലെ 10 രൂപ ചോദിച്ചാലും, എന്റെ ഭാരം ലഘൂകരിക്കാൻ ചോദിച്ചാലും, എന്നെ ഒന്ന് താങ്ങാൻ വേണ്ടി ചോദിച്ചാലും സാധാരണക്കാരനായ ആൾക്ക് അത് താങ്ങാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ലല്ലോ. എന്നിട്ടും അല്ലാഹു തആല അത് വിചാരിക്കുന്ന ആൾക്ക് അപ്പോൾ കഴിവ് നൽകിയിട്ട് നമ്മെ താങ്ങുമല്ലോ. അങ്ങനെ താങ്ങുമെന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാരനോട് ചോദിക്കാമല്ലോ. അതുപോലെ ഔലിയാക്കളിൽ ചിലർക്ക് നൽകുന്ന കറാമത്തുകൾ അവർ വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്നതുമുണ്ട്. അങ്ങനെയുള്ള ഔലിയാക്കൾക്ക് അത്തരം കഴിവുകൾ അവർ വിചാരിക്കുമ്പോൾ അവർ നമ്മെ സഹായിക്കാൻ പാകത്തിൽ അല്ലാഹു നൽകും. ആ കഴിവ് പ്രകാരം അവർ നമ്മളെ സഹായിക്കുന്നതിന് വിരോധമില്ല. അങ്ങനെയും ചോദിക്കാം. ഇനി നേരെ അവർ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും ചോദിക്കാം. നമുക്ക് സാധാരണ കഴിവ് തരുന്നതിൽ എന്ത് ഇസ്തിതാഅത്താണോ നിങ്ങൾ പറയുന്നത്, അതേ ഇസ്തിതാഅത്ത് ഇങ്ങനെ ഇഖ്തിയാറോടുകൂടെ പ്രവർത്തിക്കാൻ കറാമത്തായി ഔലിയാക്കൾക്ക് നൽകിയിട്ടുള്ള കറാമത്തുകളിലും ഉണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ഇസ്തിതാഅത്തിന്റെ വിശ്വാസം നമുക്ക് അള്ളാഹുവിനുള്ള കഴിവിന്റെ ശിർക്കായി സങ്കല്പിക്കാത്തതുപോലെ ഔലിയാക്കൾക്ക് അസാധാരണ കാര്യങ്ങൾക്ക് ഇഖ്തിയാർ നൽകുമ്പോൾ അതിലുള്ള അവരുടെ ഇസ്തിതാഅത്തും അള്ളാഹുവിനോട് കൂടെയുള്ള വേറെ അള്ളാഹുവിനോട് കൂടെയുള്ള കഴിവിനെ ശിർക്ക് ചെയ്യലല്ല. നിങ്ങളുടെ സംശയം മനസ്സിലായോ? തീർന്നോ? അല്ല, ഒന്നുകൂടി. ഉദാഹരണം ഇതിനെ മുഅ്ജിസത്തിനെ പറ്റി പറഞ്ഞ വഇന്ന തിൽക്കൽ ഖബാരിക്കല്ലത്തി ലഹറത്ത് അലാ ഐദിഹിം ഹിയ ബി മഹളി ഖൽഖില്ലാഹി തആല ലഹാ തസ്ദീഖൻ ലഹും ഇത് ലൗ കാനത്ത് ലഹും ഖുവ്വതൻ അലാ ഇഖ്തിറാഇഹാ ലറഫഉ അൻ അൻഫുസിഹിം മാ ഹുവ യസീറു മിൻ മറലിൻ വജൂഇൻ വഅലമിൻ വഹർറിൻ വബർദിൻ വനഹബി ദാലിക. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഇത് ലൗ കാനത്ത് ലഹും ഖുവ്വത്തുൻ അലാ ഇഖ്തിറാഇഹാ, അത് അവർക്ക് പടച്ചുണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവരെ തൊട്ട് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ മറ്റുള്ള അവരെ ഉയർത്തുമായിരുന്നല്ലോ, അവർ ഇഖ്തിറാ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഖുവത്ത് ഇതിൽ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും ഖുദ്റത്ത് അവർക്ക് കൊടുക്കുന്നില്ല എന്നല്ല അപ്പൊ ഈ നക്കൽ കൊണ്ട് മനസ്സിലാകുന്നത്. നിങ്ങളെന്താ വായിച്ചത്? ഏതാ കിതാബാ വായിച്ചത്? ഉമർ തൽമസാനി അൽ സനൂസി. ഉമർ തൽമസാനി അൽ സനൂസി നമ്മുടെ കിതാബല്ലേ അഹ്ലുസുന്നത്തിന്റെ. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസങ്ങളൊന്ന് പഠിക്കുക. മുഅ്ജിസത്ത്, കറാമത്ത് എന്നിവകൾ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് നല്ലോണം നമ്മളെ ലേഖനം വായിക്കാം. നുസ്രത്തിലെ മുഅ്ജിസത്തും കറാമത്തും ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഒരു മുഅ്ജിസത്ത് നൽകിയാൽ വേറെ എല്ലാ ഷർറുകളെയും തടുക്കാൻ അതുകൊണ്ട് കഴിയണം എന്ന് വരുമല്ലോ. ഇതല്ല അയാൾ പറഞ്ഞു. മുഅ്ജിസത്ത് കൊണ്ട് അയാൾക്ക് കഴിയുകയാണെങ്കിൽ വേറെ ഏത് ചെറുതും തടുക്കേണ്ടതല്ലേ എന്നല്ലേ പറയുന്നത്. ഇന്ന തിൽക്കൽ ഖവാരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം നൽകുന്ന പെരുത്ത് കഴിവല്ല. ഒരാൾക്ക് നൽകിയ ഒരു കഴിവും മറ്റൊരാൾക്ക് നൽകിയ വേറൊരു കഴിവും എല്ലാ കഴിവുകളും ഒരൊറ്റ കഴിവിന്റെ പേരിൽ ഒരാൾക്ക് മറ്റെല്ലാ ഷർറുകളും തടുക്കാൻ കഴിയണ്ടേ എന്ന് ചോദിക്കുന്നത് അസാങ്കത്യല്ലേ? ഇവിടെ നമ്മളെ സംശയം അതല്ല. ഈ കഴിവ് കൊടുക്കുന്നു പറയുമ്പോൾ ഇവിടെ ഷിർക്കിൻ്റെ അത് വരൂലേ? കാരണം ഇവിടെ കൊടുക്കില്ല. നമ്മൾ കേരളത്തിലെ സുന്നികളിൽ നിന്നുള്ള ഒരു വിഭാഗം വിശ്വസിക്കുന്നത് ഇങ്ങനെ കഴിവ് കൊടുക്കുന്നുണ്ടെന്നാ. ഈ കഴിവ് യഥാർത്ഥത്തിൽ അള്ളാന്റെ അസലിയ കുദറത്തിന് മാത്രം നിക്ഷിപ്തമായ ഒന്നല്ലേ? ഏത് കഴിവ്?
ഏത് കഴിവ്? ഈ ഖവാരികൾക്കോ ഖവാരിത്തിൽ മാത്രമല്ല, ആദാത്തിലും അള്ളാന്റെ കഴിവാണ്. ആദാത്തിലുള്ള അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ തന്നെയാണ് ചില കറാമത്തുകളിൽ അള്ളാഹു ഖവാരിക്കും ആദാത്തിനും നൽകുന്നത്. ഇഖ്തിയാറുള്ളവർക്ക് എല്ലാത്തിലും അങ്ങനെയാണ്. ഇഖ്തിയാറുള്ളവർക്ക്. അപ്പൊ ആദാത്തിലും അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഈ ഇന്നത്തെ പ്രസംഗങ്ങളും ഇതൊക്കെ കേട്ട് പഠിച്ചു വരുമ്പോൾ ജനങ്ങള് ശിർക്കിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ പ്രസംഗം ഏതോ കേട്ടെന്ന് ചോദിച്ചിട്ടല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒക്കെ സംസാരിക്കും. ഇതിൽ ശിർക്കുണ്ടോന്ന് അറിഞ്ഞാൽ മതി. എന്ത് ശിർക്കുണ്ടോ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖവാരിക് മുഅ്ജിസത്ത് കറാമത്തിലുള്ള കഴിവുകൾ അമ്പിയാവുലാമാർ കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിൽ ശിർക്ക് വരുമോ? ഇല്ല, വരൂല. കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ വരൂല. എന്തുകൊണ്ട്? കാരണം അള്ളാഹുവിന്റെ സിഫാത്തിൽപ്പെട്ടൊന്നല്ലേ. നിങ്ങൾക്ക് കഴിവ് അള്ളാന്റെ സിഫത്തിൽപ്പെട്ടതല്ലേ? നിങ്ങളുടെ കഴിവ് അള്ളാന്റെ സിഫത്തിൽപ്പെട്ടതല്ലേ? അള്ളാന്റെ ഹൽക്കാണ് എന്റെ കഴിവ്. കാരണം ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹൽക്കല്ലേ. അള്ളാന്റെ എന്ന പോലെ ഇസ്തിതാഅത്ത് എന്ന് തന്നെയാണ് ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് കൊടുക്കുന്ന കഴിവ്. ഇസ്തിതാഅത്തിന്റെ അപ്പുറമല്ലാതെ. ഇസ്തിതാഅത്ത് എന്നതിന്റെ അർത്ഥം എന്താ? സലാമത്തുൽ ആലാത്ത് വൽ അസ്ബാബ്. അങ്ങനെ പറയാ. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് പക്ഷെ എന്തേ ഉള്ളത് മനസ്സിലാക്കി. നിങ്ങൾക്കൊരു ചെറിയ തെറ്റിദ്ധാരണ എവിടെയാ കുടിക്കുന്നറിയോ? നമ്മളെ സാധാരണ കഴിവുകൾക്ക് സബബുണ്ട്, ഔലിയാക്കളുടെ കറാമത്തുകൾക്ക് സബബില്ല എന്ന് നിങ്ങൾ തീർത്തു തെറ്റിദ്ധരിച്ചു. അങ്ങനെ പോരാ. നമ്മളുടെ കഴിവുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധാരണ സബബുകളും മാധ്യമങ്ങളും ഉള്ളതുപോലെ അസാധാരണ കഴിവുകൾ നൽകപ്പെടുന്ന ഔലിയാഇന് അവരുടെ കഴിവുകൾക്ക് പാകമായ അസാധാരണ സബബുകളുണ്ട്. അപ്പൊ സബബുകൾ ശരിയായി വരിക എന്ന ഇസ്തിതാഅത്ത് അവരുടെ കറാമത്തിലും ഉണ്ട്. നമ്മളെ ഇസ്തിതാഅത്ത് അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ പങ്കുചേർക്കലല്ലോ. അല്ല എങ്കിൽ ഔലിയാക്കളുടെ സാധാരണ അസാധാരണ കഴിവുകൾക്ക് അവർക്ക് അള്ളാഹു നൽകുന്ന ഇസ്തിതാഅത്തും അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ പങ്കുചേർക്കലല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നുകൂടി ചോദിച്ചോളൂ. ഒത്തിരി ചോദിച്ചോളൂ. മൂസാ നബി അലൈഹിസ്സലാം ആ വടി ഇടുമ്പോൾ പാമ്പാവുന്നു. മൂസാ നബി അവിടെ ചെയ്യുന്ന സാധാ ഒരു പ്രവൃത്തിയാണ്. അത് ആ വടി അങ്ങോട്ട് ഇടുക എന്നുള്ളത്. അതിപ്പോ എല്ലാവർക്കും ഇടുന്നവരെ സാധാ മനുഷ്യന്മാർ ഇടുമ്പോഴാണ്. പക്ഷെ അള്ളാഹു തആല അവിടെ ഹൽക്ക് ചെയ്യണം, പാമ്പായിട്ട് ഹൽക്ക് ചെയ്യണം. അപ്പൊ ഈ പ്രവൃത്തി മൂസാ നബിക്ക് ഇവിടെ പാമ്പാക്കുന്നതിൽ യാതൊരു അവിടെയാണ് നിങ്ങളെ പേവ്. അവിടെയാണ് നിങ്ങളെ പേവ്. അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളൊരൊറ്റ വടിമെന്ന് മനസ്സിലാക്കുക. മൂസാ നബി അതിനാ ഞാൻ തലക്കുന്നേ വരണേ, എനിക്കിത് തലക്കുന്നു തിരിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളത് ആലോചിക്കണില്ലാതുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഫസാനിക ബുർഹാനാനി എന്നും പറഞ്ഞിട്ട് തന്റെ കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശിക്കുന്നതും വടി നിലത്തിട്ടാൽ പാമ്പാകുന്നതുമായ ഒരു സിദ്ധി അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കുമ്പോ ഇത് ഇടാൻ വേണ്ടി മൂസാ നബി വിചാരിച്ചാൽ മതി. അപ്പോൾ ഇടാനുള്ള കഴിവ് കൊടുക്കും. ഇട്ടാൽ പാമ്പായി മാറും. നമ്മൾ ഒരു ക്ലാസ് ഇട്ടാൽ അത് പൊട്ടു എന്ന മാതിരി നമ്മൾക്ക് സാധാരണയാണ്. നമ്മൾ ക്ലാസ് ഇട്ടാൽ നമ്മൾ പൊട്ടിക്കൂലേ? അതാ ഓൻ ഇട്ട് പൊട്ടിച്ചു എന്നറിയില്ലേ? ഓനെ പൊട്ടിച്ച് ഓൻ ഇട്ടിട്ടല്ലോ. അപ്പൊ ഇട്ടിട്ട് ഒരാൾ ക്ലാസ് പൊട്ടിച്ചാൽ അവൻ ക്ലാസ് പൊട്ടിച്ചു എന്ന് പറയുന്നത് ശിർക്കാണോ? അല്ലാണ്ട് കഴിവിൽ കൂറിയേർക്കലാണോ? അല്ല. എന്തുകൊണ്ട്? സബബുണ്ട്. അവൻ ഇടുക, അപ്പൊ പൊട്ടുക. അതേമാതിരി അസാധാരണ സബബുണ്ട്. വടിയിൽ അസാധാരണ സബബുണ്ട്. മൂസാ നബിയുടെ വടി സാധാരണ വടിയല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി സാധാരണ വടിയല്ല. മൂസാ നബിയുടെ വടി ആ വടി മാത്രം ഇട്ടാലേ പാമ്പാവുള്ളൂ. വേറെ വടി ഇട്ടാവോ? അതാവൂല്ല, അറിയില്ല. അതാവില്ല. അപ്പൊ ഈ വടിക്ക് മാത്രം പ്രത്യേകമായുള്ള ഒരു സിദ്ധിയാണ് ഇതിട്ടാൽ പാമ്പാവുക. അപ്പൊ ഇടലാണ് മൂപ്പരുടെ പ്രവൃത്തി. അതിന്റെ അസറാണ് അത് പാമ്പാവൽ. പക്ഷെ അവിടെ അത് ആ വടി മാത്രം. നിങ്ങൾ ഉദാഹരണത്തിന് തന്നെ തെന്നല്ലൂ. ഉദാഹരണത്തിന് മനസ്സിലാക്കി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അസാധാരണ വടി മൂപ്പരിട്ടാൽ അതിന്റെ പ്രതിഫലനമായി ഉണ്ടായിത്തീരുന്ന പ്രതികരണമാണ് അത് പാമ്പാവുക എന്നത്. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ക്ലാസോ അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പളുങ്ക് ബൈറ്റോ നിലത്തിട്ടാൽ ശക്തിയിൽ ഇട്ടാൽ അതിന്റെ പ്രതിഫലനമാണ് അത് പൊട്ടലിൽ പൊട്ടിക്കുന്നത് നമ്മളല്ലാത്തതുപോലെ മൂസാ നബിയുടെ വടിയിൽ പാമ്പാക്കുന്നത് മൂസാ നബി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലാസ് ഇട്ട് പൊട്ടിച്ചവൻ പൊട്ടിച്ചു എന്ന് പറയുന്നത് പോലെ വടിയിട്ട് പാമ്പാക്കിയാൽ മൂസാ നബി പാമ്പാക്കി എന്നും പറയാം. രണ്ടും ഒരുപോലെ. അപ്പൊ അവിടെ വിശ്വാസപരമായിട്ട് പ്രശ്നം വരും. വിശ്വാസപരമായ ഒരു പ്രശ്നമല്ല. അസാധാരണമായ വടി ഇട്ടാൽ പാമ്പാക്കാൻ മൂസാ നബിക്ക് അല്ലാഹു കഴിവ് നൽകുന്നു. അസാധാരണമായി നമ്മൾക്ക് സാധാരണമായി പൊട്ടുന്ന സാധനം കൈപിടിച്ച് നിലത്തിട്ടാൽ പൊട്ടിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുന്നു. രണ്ടും കിടക്കും. ഇതിൽ രണ്ടും ശിർക്കില്ല.
കുദറത്ത് അള്ളാഹുവിന്, ഹൽക്ക് അള്ളാഹുവിന്, ഇടാനുള്ള തോന്നലിവന്, ഇടലിവന്, ഇടുമ്പം പൊട്ടിക്കലല്ല എന്ന പോലെ വാമ്പാക്കലല്ല, ഇടലും മുസാനബ് എല്ലാം അങ്ങനെ. അപ്പൊ ഈ സബബ് മാത്രം നമുക്കുള്ളതുപോലെ പൊട്ടിക്കുന്നതിൽ നമുക്ക് പങ്കില്ല. പിന്നെ കസ്ബ്, അതായത് സബബ് മാത്രം നമുക്ക് സബബാകുന്നത് പോലെ ആദ്യമല്ലാത്ത ആരിക്കൊള്ളില്ലാത്ത ഒരു സബബ് മൂസാനബിന്റെ മൊയ്യത്തിനുണ്ട്. അപ്പൊ ഇവർക്ക് കറാമത്തിൽ ചിലതിലുണ്ടാവാ, ചിലതിലുണ്ടാവില്ല. കറാമത്തിൽ ചിലപ്പോൾ ഇഖ്തിയാർ ഉണ്ടാവും, ചിലപ്പോൾ ഇഖ്തിയാർ ഉണ്ടാവില്ല. ഇഖ്തിയാറുള്ള കറാമത്തിൽ അങ്ങനെയുണ്ട്. ശരിയല്ലേ? ബോധ്യപ്പെട്ടില്ലേ? അപ്പൊ ശരിക്കും പറയും, ബോധ്യപ്പെട്ടെങ്കിൽ ആന്ന് പറയും. അത് ബോധ്യപ്പെട്ടു. ശരി, അൽഹംദുലില്ലാ. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അത് ശിർക്കായി വരുന്നു. എന്താണ് ഈ ഇബാദത്തിന്റെ തരീഫ് എന്ന് ഒന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. അക്സ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി എന്നാണ് പ്രാമാണികമായിട്ട് തരീഫ് പറയാറുള്ളത്. പക്ഷേ ഈ അക്സയാകൽ എപ്പോഴാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സംശയം തീർന്നോ? അങ്ങേ അറ്റത്ത് എത്തൽ എപ്പോഴാണ് എന്നുള്ള സംശയമുണ്ട്. അത് മാത്രം മതി. അതിന്റെ മുമ്പ് പറഞ്ഞു വേണ്ടേ? മുമ്പ് പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അക്സ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി എന്നാണ് പ്രാമാണികമായ തരീഫ്. എന്തിന്റെ? പിന്നെ ഇബാദത്തിനിക്ക് തരീഫായി പറയല്. അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞ മുഖദ്ദിമ ഞാൻ സമ്മതിക്കുന്നില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ മുശ്രിക്കാവും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പറയുന്നിടത്ത് നിങ്ങൾ ലേശം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട്. ഇബാദത്ത് അല്ലാത്തവർക്ക്, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് പറ്റുമോ? അത് പറ്റൂലല്ലോ. ഇബാദത്തിന്റെ അർഹത അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിക്കുന്നതാണ് ശിർക്ക്. മനസ്സിലാക്കിയല്ലോ? അതെ. ഇബാദത്ത് ചെയ്യലേറ്റ് കൂട്ടിക്കൊടുക്കരുത്. ഇബാദത്തിന്റെ അർഹത, ഇബാദത്തിന്റെ ഇസ്തിഹ്ഖാഖ്, ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെ, വ്യക്തിയെ വിശ്വസിച്ചാൽ ശിർക്കായി. അതിലൊന്നും സംസാരിക്കും. അത് ശരിയല്ലേ? ഇനി ഇബാദത്ത് എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പരമമായ വണക്കം, അതായത് പരമശക്തിക്കുള്ള വണക്കം. പരമമാവുക എന്നത് ഒന്നുകിൽ വണക്കത്തിന്റെ പ്രവൃത്തി കൊണ്ട് പരമമാകണം, ബഹുമാനത്തിന്റെയോ വണക്കത്തിന്റെയോ പ്രവൃത്തിയുടെ ആകൃതി കൊണ്ട് പരമമാകണം. അങ്ങനെ വന്നാൽ വഴിയിൽ നിന്ന് മുല്ലെടുത്തിടുന്നത് ഇബാദത്താവൂല, ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇബാദത്താവൂല, നിസ്കാരത്തിൽ നിൽക്കുന്നത് ഇബാദത്താവൂല, നിസ്കാരത്തിലെ റുക്കൂഅ് ഇബാദത്താവൂല, അത്തഹിയാത്തിന്റെ ഇരുത്തവും ഇബാദത്താവൂല. കാരണം പരമമായ വണക്കപ്രവൃത്തി അതല്ലല്ലോ, അതിലും പരമമായത് സുജൂദുണ്ടല്ലോ. അപ്പൊ പരമമായ വണക്കപ്രവൃത്തിയാണ് ഇബാദത്ത് എന്ന് തെറ്റിദ്ധരിച്ചാൽ സുജൂദ് മാത്രമേ നമ്മൾ ചെയ്യുന്ന വണക്കത്തിൽ നിന്ന് ഏറ്റവും പരമമായതുള്ളൂ, അതേ ഇബാദത്താവൂ എന്ന് ധാരണ വരും, അല്ലേ? അപ്പൊ പിന്നെ പരമമായ വണക്കത്തിന്റെ പാരമ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരമ്യത്തിലുള്ള ശക്തിക്ക് ചെയ്യുന്ന വണക്കം, പാരമ്യത്തിലുള്ള ശക്തിക്ക് ചെയ്യുന്ന വണക്കം. അപ്പൊ മനുഷ്യൻ പോയാൽ ചെന്നെത്തുന്നതിന്റെ പാരമ്യം മനുഷ്യന്റെ മേലേക്ക് ചെന്നാൽ റസൂല്, ഒലി എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ തന്നെ. ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് പാരമ്യം. ഇലാഹ്, മാലിക്, റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്. അപ്പൊ യജമാനൻ എന്ന പദവിയിൽ ഒരു ശക്തിയെ, വ്യക്തിയെ പ്രതിഷ്ഠിച്ചിട്ട് അതിനെന്ത് വണക്കം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവൻ മുശ്രിക്കായി. അപ്പൊ റബ്ബ് എന്ന പരിധിയിലേക്ക് എത്തുമ്പോഴേ പരമമാവുകയുള്ളൂ. അതിനൊരു പിന്നെ ഏതെങ്കിലും ഒരു തെളിവ് ഉദ്ധരിക്കാൻ കഴിയുമോ? പരമമാവൽ എപ്പോഴാണ് നിങ്ങൾ തെളിവ് പറയണല്ലോ. ആ പരമമായ വണക്കം എന്നത് നിങ്ങളെ പഠിപ്പിക്കണ്ടേ? അതെ, അത് പഠിപ്പിച്ചല്ലോ. ഇലാഹാണ് എന്ന് പറയണം. അതായത് ഒരു
റബ്ബാണ് എന്നുള്ള നിലയ്ക്ക് എത്തുമ്പോഴാണ് എന്നാണ് പറയുന്നത്. റബ്ബാണ് എന്ന് വിശ്വസിക്കുമ്പോഴേ പരമമാകുള്ളൂ എന്ന് എല്ലാ ബുദ്ധിക്കും സമ്മതാവൂലേ? എല്ലാ ബുദ്ധിക്കും സമ്മതാവെന്ന് പറഞ്ഞോട് കാര്യം അത് നമ്മളൊരു ഇബാറത്ത് കൊണ്ട് മറ്റുള്ളവർക്കും തെളിയാൻ വേണ്ടി പറയണം. നിങ്ങൾക്ക് ഇപ്പം പരമമായ വണക്കം എന്ന പ്രയോഗം കൊണ്ട് തന്നെ റബ്ബിലേക്കുള്ള വണക്കേ ഇബാദത്താകുള്ളൂ എന്ന് ബോധ്യപ്പെട്ടോ? റബ്ബാകണം അപ്പോഴേ പരമമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായാൽ പോരാ, മറ്റുള്ളവരോട് നമുക്കത് പറയാൻ വേണ്ടിയുള്ള തെളിവ് വേണം. മറ്റുള്ളവർ പറയുന്നത് എന്താണ്? റബ്ബാണ് എന്നുള്ളത് വേണ്ട, കാര്യകാരണങ്ങൾക്ക് ബന്ധമില്ലാതെ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചതെന്നത് റബ്ബാണെന്നാണ്. അതാരും പറഞ്ഞ താരീഫല്ല, നമ്മൾ പറയുന്ന താരീഫ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അഖ്സാ വായത്തുൽ ഖുദൂഇ എന്ന താരീഫ് ഹിജ്റ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് മുതൽക്കേ മുഫസ്സിരീങ്ങൾ പറഞ്ഞു വരുന്ന താരീഫാണ്. ആ താരീഫ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കണമെങ്കിൽ തന്നെ റബ്ബായി വിശ്വസിക്കാത്ത വണക്കത്തിന് ഇബാദത്ത് എന്ന് പറയൂലാന്ന് തിരിയണം. അത് തിരിഞ്ഞിലേക്ക് അഖ്സാ വായത്തുൽ ഖുദൂഇ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ റബ്ബിന്റെ വണക്കം എന്നാണ് അതിന് അർത്ഥം വെച്ചു കൊടുക്കുക. റബ്ബിന്റെ വണക്കമാണ് എന്നുള്ള എങ്ങനെ നമ്മൾ പറയും? നമ്മുടെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അതിനൊരു തെളിവ് വേണ്ടേ? പിന്നെ അഖ്സാ വായത്തുൽ ഖുദൂഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലേ? അതേ മോഡൽ അവരോട് ചോദിക്കുക. ഞാൻ നിങ്ങളോട് ചോദിച്ചതുപോലെ അഖ്സാ വായത്തുൽ ഖുദൂഇ എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് അവരോട് ചോദിക്കുക. എല്ലാവരും അങ്ങനെയാ മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞതില്ലായിട്ടല്ല പറയുന്നത്. റബ്ബ് എന്ന് വിശ്വസിക്കാതെ ശിർക്ക് വരൂല. ശിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പത് വരെ പറഞ്ഞു എന്തേ പഠിച്ചത്? ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തി എന്ന് വിശ്വസിക്കണ്ടേ? ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് പറയണമെങ്കിൽ ഇലാഹ് എന്നല്ല അതിന്റെ അർത്ഥം. ഇലാഹ് റബ്ബല്ലാതാവൂല. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയാം, അല്ലാതെ അതിനൊരു ഇബാറത്ത് അങ്ങനെ പറഞ്ഞു. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഖൽഖുള്ള നിങ്ങളുടെ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ്. റബ്ബാവുമ്പോഴാണ് ഇബാദത്ത്. എന്നാ റബ്ബാവുമ്പോ ഇബാദത്താവുന്നു. മക്ക മുശ്രിക്കുകള് മുശ്രിക്കാകാൻ കാരണം അവരാരാധിച്ചിരുന്ന ബിംബങ്ങളിൽ റബ്ബാണ്, അത് ഇലാഹാണ് എന്ന ഒരു പദവി അതെനിക്ക് വെച്ചിട്ടില്ലായിരുന്നു. അവരോട് ചോദിക്കുകയാണ് ആകാശഭൂമികൾ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ഈ ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ അള്ളാഹു ആണെന്ന്. അപ്പൊ ഇതിനിക്ക് അവർ ഇലാഹി എന്ന ഇലാഹത്വം കൽപ്പിച്ചോ? ആകാശഭൂമികളെ പടച്ചവൻ മാത്രമാണോ റബ്ബു ഇലാഹു ആകുള്ളൂ? അത് നിങ്ങൾ പഠിച്ചോണം, അവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ. റബ്ബാകാന്ന് പറയണമെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നവനാകണം എന്നെവിടെയാ വ്യവസ്ഥ? അങ്ങനെയില്ല. അങ്ങനെയാണോ നിങ്ങൾ പറയും? ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ എന്താവണം? റബ്ബാണ്. അവരാരാധിച്ചിരുന്ന ആ വസ്തുവിൽ അവർ ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലാണ്ടല്ലോ. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് പിഴവാണ്. അവർ റബ്ബാണെന്നും ഇലാഹാണെന്നും വിശ്വസിച്ചത് ഞാൻ ഒരുപാട് ഇവിടെ ഉദ്ധരിച്ചില്ലേ? പല ഇനങ്ങളായ കൂട്ടക്കാരും പല വിഭാഗവും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ഇലാഹാണ് എന്ന് അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞോ? ഇലാഹ് എന്നാലും മഅബൂദ് എന്നല്ലേ? മഅബൂദാകണമെങ്കിൽ റബ്ബാകണ്ടേ? അപ്പൊ റബ്ബായിരുന്നു എന്നവർ അവരുടെ ഇലാഹുകളെ പറ്റി വിശ്വസിച്ചു. റബ്ബ് എന്നതിന്റെ അർത്ഥം യജമാനൻ, മാലിക്. മാലിക്കാകണമെങ്കിൽ മാലിക്കുസ്സമാവാത്തി ഹാലിക്കുസ്സമാവാത്തി എന്നർത്ഥമല്ല. മാലിക്കു ഹാദാർത്ഥം ഈ വിരലിന്റെ മാലിക്. ഈ വിരലിന്റെ യജമാനൻ ഞാനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ റബ്ബിയത്ത് വാദിച്ചു. മനസ്സിലാണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റബ്ബ് പറഞ്ഞ സംരക്ഷകൻ അല്ല, അത് അടിസ്ഥാന അർത്ഥം. റബ്ബ് എന്നതിന്റെ പിന്നത്തെ വന്ന അർത്ഥം പഠിക്കണം. റബ്ബ് എന്നതിന്റെ അർത്ഥം എന്താ? പരിപാലിക്കുന്നവനല്ലേ അതിന്റെ ഭാഷാർത്ഥം? ഭാഷാർത്ഥം. പിന്നെ എന്താ? പിന്നെയും അതവിടെ കുഴപ്പം. യഅ്ബുദൂന എന്ന് പറഞ്ഞാൽ വണങ്ങാന്നല്ലേ? ബഹുമാനിക്കാൻ. യഅ്ബുദൂന എന്ന് പറഞ്ഞാൽ വണങ്ങാ ബഹുമാനിക്കുക എന്നല്ലേ ഭാഷാർത്ഥം? അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മൾ പറയുന്നത്. അങ്ങേറ്റത്തെ വണക്കം പറയണല്ലോ എന്ന പോലെ റബ്ബ് തന്നെ ഒരു അർത്ഥമുണ്ട്. രണ്ടാമത് വന്ന അർത്ഥം മാലിക് എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും റബ്ബിന്റെ ഭാഷാർത്ഥം വിവരിക്കും. സുമ്മിയ ബിഹിൽ മാലിക്കു. പിന്നെ ഉണ്ടാക്കിയവൻ, പടച്ചവൻ, പരിപാലിച്ചവൻ എന്നൊന്നും നോക്കാതെ ഉടമസ്ഥൻ, യജമാനൻ എന്ന അർത്ഥത്തിലാണ് റബ്ബ് എന്നതിന് ഉപയോഗിക്കുന്നത്. ഒലിദാലിക യുഖാലു റബ്ബു ദാരി വ റബ്ബു ദിർഹമി.
പണത്തിന്റെ ഉടമസ്ഥൻ, വീടിന്റെ ഉടമസ്ഥൻ എന്ന് റബ്ബ് എന്ന് ഉപയോഗിക്കുന്നത് പരിപാലകൻ എന്ന അർത്ഥത്തിലല്ല, സ്രഷ്ടാവ് എന്ന അർത്ഥത്തിലല്ല, കേവലം ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഉടമസ്ഥൻ എന്ന അർത്ഥമായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത് റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം. അത് ആരെ പറ്റിയെങ്കിലും വിശ്വസിച്ചാൽ, ഒരു ചെറിയ കാര്യത്തിന്റെ മാലിക്കാണെന്നെങ്കിലും വിശ്വസിച്ചാൽ ആ വ്യക്തിയെ, ആ ശക്തിയെ റബ്ബാക്കലായി. അപ്പൊ മക്ക മുശ്രിക്കുകൾ പലതിന്റെയും റബ്ബാണ് അവരുടെ ഇലാഹുകൾ എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതെ, അവർ പലതിന്റെയും ഇലാഹുകളാണ്, റബ്ബാണ് അവരുടെ ഇലാഹുകൾ എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. യഥാർത്ഥ അല്ലാഹു അല്ലാത്ത പല ഇലാഹുകളെയും റബ്ബാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്, ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് എന്നതിന് തെളിവെന്താ? അവരുടെ അല്ലാഹു തആല പറഞ്ഞു തന്നെ. അതിന് തെളിവുദ്ധരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതുവരെ ഓടി ആഴത്തിലൊക്കെ കണ്ടില്ലേ? ഫലാ തുശ്രിക് ഫലാ തജഅലൂ ലില്ലാഹി അംദാദാ ആരോട് പറഞ്ഞ അല്ലാഹ്? ഫലാ തജഅലൂ ലില്ലാഹി അംദാദാ ആരോടാ അല്ലാഹ് പറഞ്ഞു? ഒന്നാമത്തെ ആയത്തിന് മുശ്രിക്കുകളോട്. അപ്പൊ അവരാക്കിയില്ലേ? അള്ളാഹുവിന്റെ നിദ്ദിനെ അവരാക്കിയിരുന്നു എന്നല്ലേ ഫലാ തജഅലൂ ലില്ലാഹി അംദാദാ എന്നതിന്റെ അർത്ഥം? അല്ലേ? റബ്ബാക്കിയിരുന്നു എന്നാണോ? അല്ല, പിന്നെന്താ? റബ്ബാക്കാതെ എങ്ങനെ നിദ്ദാണ്? റബ്ബ് തന്നെ. പക്ഷെ ആ റബ്ബാണെന്ന വിശ്വാസം അബദ്ധമാകുന്നു എന്ന് ആകാശഭൂലോകങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ ആകാശത്തിലെ ഇലാഹെന്നും റബ്ബ് എന്നും വിശ്വസിച്ചവരെ ഖണ്ഡിക്കാനും, ഭൂമിയിലെ ഇലാഹ് എന്ന് വിശ്വസിച്ചവരെ ഖണ്ഡിക്കാൻ ഭൂമിയിൽ പടച്ചോ എന്നും അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചതാണ് വലയിൻ സാൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇവിടെ വായിച്ചു, നിങ്ങൾ കേട്ടില്ലേ? അത് മുശ്രിക്കുകളിൽപ്പെട്ട ചിലർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. അപ്പൊ മതിയല്ലോ. അപ്പൊ ചിലർക്ക് റബ്ബ് ഏതാണെന്ന് വിശ്വാസമുണ്ട്, ഭൂമിയിലെ റബ്ബാണ് വിശ്വാസമുണ്ട്. അതെ, ചിലവർക്ക്. എന്നാലും ആകാശം പടച്ചതും ഭൂമി പടച്ചതും അള്ളാഹ് തന്നെയാണ് അവരുടെ വിശ്വാസം. അതിലെതിർത്തിട്ടില്ല. ഭൂമി പടച്ചതും ആകാശം പടച്ചതും അള്ളാഹ് തന്നെയാണ്. പക്ഷെ ഭൂമിയിലുള്ള ചില കാര്യങ്ങളെ പടക്കാനും, നമ്മളെ ഉപദ്രവം പടക്കാനും, നമുക്ക് കെടുതികൾ ഉണ്ടാക്കൽ പടക്കാനും ആർക്ക് കഴിയും? ഇലാഹുകൾക്ക് കഴിയും എന്ന് വിശ്വസിക്കാം. ഇങ്ങനെ വിശ്വസിച്ചവരാണ് മക്കത്തെ മുശ്രിക്കുകൾ. വലയും സാൽത്തഹും എന്ന ആയത്തൊക്കെ ഓതി ഞാൻ വളർന്നിട്ട് കാര്യമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിലും അതിനനുസരിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ ആ ആയത്തന്നെ ഓതിയിട്ട് അർത്ഥം വെക്കും. നിങ്ങൾ പശ്ചാത്തലത്തിനെതിരെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചിലവർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടെന്ന്, ചിലവർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ആ വിശ്വാസം ഇല്ലാന്ന് വരുന്നത്. അപ്പൊ മക്ക മുശ്രിക്കുകൾക്ക് ആ വിശ്വാസം ഇല്ലായിരുന്നു എന്ന സാമാന്യ വിധി എടുത്ത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? മക്ക മുശ്രിക്കുകൾക്ക് റബ്ബാണെന്നും ഇലാഹാണെന്നും ഭൂമിയിലെ ഇലാഹെന്നും ആകാശത്തെ ഇലാഹെന്നും അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന സാമാന്യമായ വിധി എടുത്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? എല്ലാരും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തിരുന്നു? ചിലവരൊക്കെ എങ്ങനെ വിശ്വസിച്ചിരുന്നു. എങ്ങനെ വിശ്വസിച്ചിരുന്നു? ഈ റബ്ബാണ് ഇലാഹാണ് എന്നുള്ളത് അതെവിടെ നിങ്ങൾക്ക് കിട്ടിയത്? എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് ഒന്ന് ചോദിക്കട്ടെ, മനസ്സിലാക്കാനാണ്. ഇവിടെ ചോദ്യകർത്താവ് നിങ്ങൾ തന്നെയാണ്, എന്നാലും ഇത് നേർക്കുനേരെയാണ്. ആ നേർക്കുനേരെ ഒന്ന് മനസ്സിലാക്കാം. ചിലർ റബ്ബാണ് വിശ്വസിച്ചതിന് എന്താ നിങ്ങളെ തെളിവ്? അല്ല, മുഴുവനും ആളുകളെ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് എല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരുന്നോ? മുശ്രിക്കൂനാണ്, മുശ്രിക്കീങ്ങളൊക്കെ ശിർക്ക് വെച്ചിരുന്നു. ശിർക്ക് എന്നതിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്കാണ് ഈ ഫോണ് ശിർക്കിന്റെ ഇബാദത്ത് മറ്റുള്ളവർക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ശിർക്ക്. അല്ല, അത് ഇപ്പോൾ അവർക്കല്ല പോകുന്നു. ഇബാദത്ത് മറ്റുള്ളവർക്ക് സമർപ്പിക്കല്ല, ഇബാദത്തിന്റെ അർഹത മറ്റുള്ളവർക്ക് നൽകുക. ഇബാദത്ത് സമർപ്പിക്കൽ ചെയ്തിയാണ്. ആ ചെയ്തി ശിർക്കാവോ? ചെയ്തി ശിർക്കാവൂല. ഒരു ചെയ്തിയും പ്രവൃത്തിയും ശിർക്കാവൂല, വിശ്വാസേ ശിർക്കാവുള്ളൂ. അതാണ് ഇവിടെ സമർപ്പിച്ചത് ഇതുവരെ. അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം തന്നെ മതി ശിർക്കാകാൻ. ശിർക്കോട് കൂടെയുള്ള പ്രവൃത്തി എന്നതിന് പറയും മുശ്രിക്കീങ്ങളെ പ്രവൃത്തി, അത്രേ പറയും. ഇബാദത്ത് ചെയ്യലല്ല ശിർക്ക്, ഇബാദത്തിന്റെ അർഹത അല്ലാഹുവല്ലാത്തവർക്ക് വിശ്വസിക്കലാണ് ശിർക്ക്. അത് അല്ലാഹു ആരോപിച്ച മക്ക മുശ്രിക്കുകൾ മുഴുവൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളാണ്, ലാ തുശ്രിക്കൂ എന്ന് അല്ലാഹു അവരോട് പറഞ്ഞത്. അല്ലാതെ അവരോട് പറയുന്നത് കൊള്ളാവൂലേ, വ്യാജാരോപണാവൂലേ, ഞങ്ങളത് വിശ്വസിക്കുന്നില്ലല്ലോ എന്നോലാണ് മറുപടി അറിയില്ലേ? വല്ലത് പറഞ്ഞോ? ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ല എന്ന് ഏതെങ്കിലും ഒരു മുശ്രിക്ക് നബിയുടെ കാലത്ത് മറുപടി പറഞ്ഞത് ഖുർആനിലെ ആയത്ത് കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? തെളിയിക്കാം ഉണ്ടോ? ഇല്ല. അപ്പൊ ശിർക്ക് അവർ സമ്മതിച്ചിട്ടുണ്ട്, അവരുടെ ശിർക്ക് അവർ സമ്മതിച്ചിട്ടുണ്ട്. റബ്ബാകണം എന്നുള്ള
പദവിയിലേക്ക് എത്തണ്ട എന്നാൽ തന്നെ ശിർക്കാവും എന്നുള്ളതാണ് ഈ ഖുർആനിക അതിന് പറയുന്നേ റബ്ബ് പറഞ്ഞാൽ മാലിക് എന്നല്ലേ? മാലിക് എന്ന് വിശ്വസിക്കാതെ ഒരാളിന് ഇബാദത്തിന്റെ അർഹത ഉണ്ട് എന്ന് വിശ്വസിക്കൽ എങ്ങനെയാ? പിന്നെ ഇബാദത്തിന്റെ അർഹത അയാൾക്ക് എന്ന് വിശ്വസിക്കൽ എങ്ങനെയാ? അങ്ങേയറ്റത്തെ വണക്കം വണങ്ങുക. അങ്ങേയറ്റത്തെ വണക്കം എന്നറിയാലോ എപ്പോഴാ? വീണ്ടും പറഞ്ഞു കൊടുത്തേക്ക് തന്നെ മടങ്ങിയെത്തി. അതെ, റബ്ബാണെന്നുള്ള ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ റബ്ബാണെന്ന ഉദ്ദേശമുള്ളതോടുകൂടെയുള്ള വണക്കത്തിന് അർഹതാനല്ലേ പറയണതിന്റെ അർത്ഥം? അതെ, അതുണ്ട് എന്ന് അവർ വിശ്വസിച്ചില്ലേ? പക്ഷെ അവരോട് ചോദിക്കുമ്പോ ഇതിനിക്കൊന്നും അവര് ഇലാഹത്തും കൽപ്പിക്കും. ഓരോട് ആരും ചോദിച്ചിട്ടില്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചതായിരുന്നു ചോദിച്ചില്ലേ? ചോദിച്ചിട്ടില്ല. ആരും അള്ളാഹു ചോദിച്ചില്ലേ? ചോദിച്ചിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് അള്ളാഹു ചോദിച്ചാൽ ചോദിച്ചിട്ടില്ല. അള്ളാഹ് ഞാൻ പറഞ്ഞാൽ എങ്കിലും ആദ്യം ആയത്തൊന്ന് പറയും. ആയത്ത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു നിങ്ങളായത്ത് പറയും. ഏതായത് നിങ്ങളല്ലേ ഓതി? അത് അങ്ങനെ ആയത്ത് അർത്ഥം അങ്ങനെ ഉണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആര് എന്ന് മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിത്തരാം. നബിയെ തങ്ങൾ അവരോട് ചോദിച്ചാൽ, അതെ, മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവർ ചോദിച്ചാൽ, ലയഖൂലുന്ന, അവരപ്പം പറയേണ്ടി വരും അല്ലാഹ്, അല്ലാഹ് തന്നെ പറയേണ്ടി വരും. ചോദിച്ചു എന്ന് വരാത്തിനാ ഇന്ന് പറയാം. വല ഇൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ നടക്കാത്തതാണ് എന്ന് അതിന്റെ അർത്ഥം. അങ്ങനെയുണ്ട് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ട്. വല ഇന്ന് ഇബ്നു അബീ ഹാത്തം നിവേദനം ചെയ്ത ഒരു ഹദീസിലെ ഒരു വാക്യത്തിലുണ്ട്. നബി മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ മാ കാന ഖുർആൻ ഇൻ ബികസിൽ ലിഫി ഫലം വഖസിൽ സദഖ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളതാണ്. ഇൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ സാർഹും പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കില്ല, അത് മറുപടി പറഞ്ഞിട്ടില്ല. അതെ, ചോദിക്കുകയാണെങ്കിൽ സങ്കല്പിച്ചാൽ അവരോട് ചോദിക്കും, അവർക്ക് സമ്മതിക്കും. കാരണം അവർ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ മനസ്സിലാക്കി. അവർ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ ഇതാണോ ആകാശം പഠിച്ചത് എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യൻ, ചോറ് കഴിക്കണ മനുഷ്യൻ അതാണ് അല്ലാഹ് എന്ന് പറയോ? ഈ വിഗ്രഹ പഠിച്ചതെന്ന് പറയോ? പിന്നെ ഇങ്ങനെ അവർക്ക് റബ്ബാന്ന് അവർ കൽപ്പിച്ചു എന്ന് പറഞ്ഞ് യഖൂലുന്ന, അവരപ്പം നിർബന്ധപൂർവ്വം സമ്മതിക്കും, നിർബന്ധിതരായിട്ട് ഉത്തരം മുട്ടി സമ്മതിക്കും അല്ലാഹ്. ഇതിന്റെ ഒരാഴ്ചയിലുണ്ട് ഖുലിൽ ഹംദുലില്ലാഹ്. ഈ ഉത്തരം കേൾക്കേണ്ട അവസ്ഥയിൽ അവർ മൗനം പൂണ്ടാൽ നബിയെ തങ്ങൾ അൽഹംദുലില്ലാഹ്, എന്റെ തെളിവ് ശരിയായല്ലോ, നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിച്ച് ഹംദ് ചെയ്യണം. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടി വരുന്നത് തന്നെ നിങ്ങളുടെ വാദത്തിനെതിരെ ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കേണ്ടി വന്നില്ലേ എന്ന അൽഹംദുലില്ലാഹ് അർത്ഥം. അപ്പൊ മക്ക മുശ്രിക്കുകളോട് ആകാശം പഠിച്ചതാരാ, ഭൂമി പഠിച്ചതാരാ എന്ന് ചോദിച്ചാൽ അത് ആകാശം പഠിച്ചത് അള്ളന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഈ കൊച്ചുണ്ടാക്കിയത് മനുഷ്യനാണ്, എല്ലാ ബുദ്ധിയുള്ള മനുഷ്യനും തിരിയല്ലോ. അതിനവർ കുടുങ്ങി ബുദ്ധിമുട്ടിയിട്ട് അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വസ്തുതനെ തെളിവാക്കി നിർത്തുകയാണ്. മനസ്സിലായോ? ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളെ നാട്ടിലൊരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട് മഴ പെയ്യുന്നത് ഏതോ ഒരു ഭൂതം ഒച്ചട്ടിട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. കുട്ടികളെ, ആ ഭൂതം ഉണ്ടായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. അയാൾ ശബ്ദിക്കുമ്പോഴാണ് എന്ന് വെച്ചോളി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനതയോട് ഈ ഏപ്രിൽ മാസത്തിന്റെ മുമ്പ് ജനുവരിയിൽ മഴ പെയ്ച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരെന്ന് പറയില്ലേ അത് ഈ ഭൂതല്ല എന്നൊരാൾ പറഞ്ഞാൽ അത് നേരെ അടുത്ത് വിരിയുന്നെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇന്നലെ മിഞ്ഞാന്നുണ്ടായതാണ് എല്ലാവർക്കും ബോധ്യം വരുന്ന. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഏതോ ഒരു ശില്പശാലയിൽ വെച്ച് ഉണ്ടാക്കപ്പെട്ട വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിനാണ് മഴ പെയ്യിപ്പിക്കുന്ന ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരോട് ഈ വിഗ്രഹം നിങ്ങൾ ഇന്ന പർണശാലയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് മഴ പെയ്യിച്ചത് ആരാടാന്ന് ചോദിച്ചോക്കി, എന്നാൽ അവർ ഈ വിധമല്ല എന്ന് പറയും എന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ ചോദിക്കും വേണ്ട, അവർ ഉത്തരം പക്ഷേ അത് പറയേണ്ടി എന്ന് പറയാം. ഇതുപോലെ അള്ള പറയാണ്, ആകാശഭൂമികളെ ഇവരുണ്ടാക്കിയ ഈ വിഗ്രഹത്തിന്റെ മുൻപ് അള്ള പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വിഗ്രഹങ്ങളാണോ ആകാശഭൂമിയെ പഠിച്ചത് എന്ന് ചോദിച്ചാൽ അവർ മനുഷ്യരാണെങ്കിൽ അല്ല എന്ന് പറയും. അതിനെന്ത് പറയും? നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇലാഹ് എന്ന് പറയാൻ, ആകാശത്തെ ഇലാഹ് എന്ന് പറയാൻ എന്ന് ചോദിച്ചു നോക്കൂ എന്നാണ് ഇതിനോടല്ല പറയുന്നത് ഈ ആയത്തിൽ. അങ്ങനെ ചോദിച്ചൂടെ? മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം മറിച്ചാണ്. അറിവിന്റെ എതിരിൽ വിശ്വസിക്കുന്ന മുശ്രിക്കീങ്ങളാണ് ബഹുഭൂരിപക്ഷം മക്ക മുശ്രിക്കീകൾ. നിങ്ങൾക്ക് തിരിയുന്നില്ലേ?
നിങ്ങളോട് മാത്രമായിട്ട് നേരം കേൾക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? മനസ്സിലായപ്പോ അതിൽ പറയും, മനസ്സിലായോ? മനസ്സിലായെന്ന് വെച്ചാൽ ഈ ബിംബങ്ങൾക്ക് അപ്പോൾ അവർ തീരെ വില കൽപ്പിച്ചിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാണ്. തീരെ വില കൽപ്പിക്കാൻ പറ്റാത്തതാണ് അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ അതിനെ റബ്ബാക്കല് ഇവർ തീരെ വില കൽപ്പിക്കാത്തതാന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ഞാൻ തുടക്കത്തിൽ വായിച്ച ഈ ദീപം നോക്കാണ്, ഇതിലേക്ക് ഈ മതേതര രാജ്യത്ത് നിന്ന് പറയാൻ പയ്യ ദീപം നോക്കാണ്. അവിടുന്ന് വായിച്ചാൽ കാണില്ല. ഞാൻ വായിക്കാം. ക്ഷേത്രം എന്തിന്? ക്ഷേത്ര ദൈവങ്ങളെ ഇന്നലെ മിഞ്ഞാന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവങ്ങളെ പറ്റി ദൈവമാണ് വിശ്വസിക്കണില്ലേ ബഹുദൈവ വിശ്വാസികൾ നമ്മുടെ രാജ്യത്തെ? ഇല്ലേ? അവർക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്, നോലോട് ന്യായം മുട്ടിച്ച തിരിയോ? അതിന് കഴിവുണ്ട് എന്ന് ഇപ്പൊ അവർ ഇലാഹാണെന്ന് അതിനെ വിശ്വസിക്കുന്നില്ല. പിന്നെന്താ വിശ്വസിക്കുന്നു? അതിന്റെ അപ്പുറത്തുള്ള, അങ്ങനെയാണ് മക്കളും വിശ്വസിച്ചത്. അതിന്റെ അപ്പുറത്തുള്ള വിഗ്രഹം. അതായത് ഞാൻ ഇവിടെ വായിച്ചതൊക്കെ ബുദ്ധിയുള്ളവർ അങ്ങനെയാ വിശ്വസിച്ചത്. പക്ഷെ ബുദ്ധിയൊന്നും ഇല്ലാത്ത കുറെ പിന്തലമുറക്കാർ വന്നിട്ട് ഇതന്നെയാ ഞങ്ങളുടെ ദൈവം, ഇതിന്റെ ദൈവം ഓല് പിന്നെ ആലോചിക്കൊന്നുമില്ല. ആകാശം എന്തുണ്ടായി, ഭൂമി എന്തുണ്ടായി, ഇവക്കെന്താ നമ്മളേറ്റ് ധർമ്മം എന്നൊന്നും ആലോചിക്കൂല. അങ്ങനെയുള്ള പിന്തലമുറക്കാരുണ്ടെങ്കിലും തലക്ക ശിർക്കുണ്ടാക്കുന്നവരുണ്ടാക്കുക ഇങ്ങനെ ചിന്തിച്ചിട്ടാണ്. കഴിവും ബുദ്ധിയൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന അസാധാരണത്വമുള്ള ഏതെങ്കിലും വസ്തുക്കളെ സങ്കല്പിച്ചിട്ട് അതിന്റെ പ്രതിനിധിയാണ്, പ്രതിരൂപമാണ് ഇവാന്ന് വിചാരിച്ചിട്ട് വിഗ്രഹങ്ങളെ ദൈവമാക്കുക. അതാണ് മക്ക മുശ്രിക്കുകളും വിചാരിച്ചത്, വിശ്വസിച്ചത്. ആലിഹത്തിൽ നിന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നോ അവരുടെ ദൈവങ്ങൾക്ക്? പറഞ്ഞിരുന്നോ? അത് മനസ്സിലാണോ? ഉണ്ടോ? എങ്കിൽ തന്നെ അവർ മുശ്രിക്കുകളായി. ഇലാഹ് അല്ലാഹുവിനെ പറഞ്ഞ വേറെ ഏതെങ്കിലും ഇലാഹാണെന്ന് അവർ പറഞ്ഞിരുന്നു എന്നുള്ളത് കിട്ടണേ. എന്തെങ്കിലും ഒരു ഇബാറത്തിലൂടെ അവർ ഈ ബിംബങ്ങൾക്ക് ഇലാഹാണ് എന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ റാജിന്റെ വായിച്ചോക്കെ അതെല്ലാം ആ ഇബാറത്തൊന്നും കിട്ടിയാൽ മതി. ഞാനിവിടെ വായിച്ചത് ഒരുപാട് റാജിലെ ഇബാറത്ത് കമാകാല ബാദും കമാകാല ബാദ് അക്ക ബാല് 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 ആ ബാലെല്ലാം കൂടി പുല്ലാക്കി എല്ലാവരും കൂടി അതിലുണ്ടാവൂലേ? അങ്ങനെ തന്നെ പറയാം. ചില മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കൂട്ടം മനുഷ്യൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ 10 കൂട്ടം മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ 10 കൂട്ടം കഴിഞ്ഞു. അത് ശരി, ഇതുവരെ വായിച്ചിട്ട് പറഞ്ഞു അതൊക്കെ മുസ്ലിങ്ങൾ എന്ന കുല്ലിലെ വിഭജന കിസ്മ്. ഈ കിസ്മ എല്ലാം കൂടി കൂട്ടി ആ കുല്ലായി. പക്ഷെ എല്ലാ ബാലിനും അങ്ങനത്തെ വാദം ഉണ്ടെന്നല്ലോ. ഒരു ബാലിന് അങ്ങനത്തെ വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാലിന് നിങ്ങളാ പറയേണ്ടത് വഹാബിയോടും. ഈ ബാലിന്റെ അപ്പുറം മക്ക മുശ്രിക്കുകൾ ഇലാഹാണെന്ന് പറയാത്ത ഒരു ബാലിനെ മുശ്രിക്കുകൾ ഇലാഹാണെന്ന് പറയാതെ പൂജിച്ചിരുന്നു, ശിർക്ക് വെച്ചിരുന്നു എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറയും, ഞാൻ ഒരുപാട് ബാലനെ പറഞ്ഞല്ലോ ഇലാഹാണ് എന്ന് പറഞ്ഞ്. ഈ ബാലല്ലാത്തൊരു ബാലിന് നോരിൽ ഉണ്ട് എന്ന് ആരാ പറയേണ്ടത്? ആ ബാലിന് ഇവരെ ഈ ബാല് പോലത്തെ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതിന് തെളിവ് പറയണം. അതിനാരാ പറയേണ്ടത്? ഞാനാ പറയേണ്ടത്? ഞാൻ പറയുന്നത് ഈ പറയപ്പെട്ട കിതാബിലെ ബാല് മുശ്രിക്കീങ്ങളിലുള്ളൂ. ഈ ഏതെങ്കിലും ഒരു ബാലല്ലാത്ത ബാല് മുശ്രിക്കീങ്ങളിലില്ല എന്നാണ് എന്റെ വാദം. ഇനി ഈ വാദിക്കുന്ന ഞാൻ എന്തിന് തെളിവ് പറയണം? നിങ്ങളെ വാദം എന്താ? ഈ വാതിൽ അല്ലാത്ത വേറൊരു വാദം ഉണ്ടായിരുന്നു എന്നല്ലേ? ബാൽ ഇങ്ങനെ റബ്ബാണെന്ന് വാദിച്ചിരുന്നു. ബാൽ ഇങ്ങനെ ഒരു വാദന മാത്രമല്ല, ബാൽ ഇങ്ങനെയും ബാൽ അങ്ങനെയും ബാൽ കൊങ്ങനെയും ബാൽ കിങ്ങനെയും ഇങ്ങനെ കുറെ വാദന ഞാൻ പറഞ്ഞു. ഈ ബാലുകളെല്ലാം കൂടിയ പുല്ലാണ് മക്കത്തെ മുശ്രിക്കുകളിൽ എന്ന് ഇമാമുകളൊക്കെ തഫ്സീറിൽ വിവരിച്ചു. ഇനി ഇവരിൽ അപ്പുറം ഈ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത വല്ല ബാലും അവരിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവർക്കാണ്. റബ്ബാണ് എന്ന് വാദിച്ചത് ഒരു ഭാഗം മാത്രമാണ്. മറ്റു വേറെ നിലക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വാദിച്ചോ? ഇലാഹാണെന്നുള്ളത് ബാല് വാദിച്ചു എന്നാണ് ഇപ്പൊ തഫ്സീറിന് പറഞ്ഞത്. അപ്പൊ ഇലാഹാണെന്നും വാദിച്ചത് ബയല്, റബ്ബാണെന്നും വാദിച്ചത് ബയല്. അതെ. ഇനി ബയല് ഇലാഹാണെന്നും വാദിച്ചില്ല, റബ്ബാണെന്നും വാദിച്ചില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇതിന് കിട്ടുന്നുണ്ട് വാദം അങ്ങനെ വാദിച്ചിട്ടില്ലാന്ന്. കാരണം ബയല് വാദിച്ചു എന്ന് പറയുമ്പോ മറ്റുള്ളവരൊന്നും വാദിച്ചിട്ടില്ല. ആ ബയലല്ലക്ക ബയലും എന്ന് പറഞ്ഞാ അപ്പൊ ബയലെന്നല്ലേ പറയാ? ഒരുപാട് ബയലുകളെ കൂട്ടിയിട്ട് ഈ ബയലുകളെല്ലാം വേർതിരിച്ചിട്ട് മുശ്രിക്കീങ്ങൾ ഇങ്ങനെ ബഹുബയലുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇവരല്ലാത്ത ബയൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എവിടുന്നേ കിട്ടിയത്? അത് ചരിത്രപരമായ അജ്ഞതയാണ്. ആ അജ്ഞത ആരാണോ വാദിക്കുന്നതെങ്കിൽ അവർ തെളിഞ്ഞു. അങ്ങനെ മുശ്രിക്കീങ്ങൾ ലോകത്തുണ്ടായിട്ടില്ല. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ?
വാദനിക്ക് അങ്ങനെ വാദമില്ലാന്ന് കിട്ടി, വാദം അതിനാണ് ഞങ്ങൾ ഉത്തരം കിട്ടിയാൽ വാദമില്ലായിരുന്നു എന്നാ മനസ്സിലാണ്. ആ മനസ്സിലാണത് തെറ്റാകുന്നു. തെറ്റാണെങ്കിൽ അങ്ങനെ വാദം ഇല്ലായിരുന്നു. ഞാൻ നിൽക്കുക, അയാൾ ഇരുന്നു കൊണ്ട് അയാൾ രസം കിട്ടൂല. നിന്നുകാണ്ട് പറയുന്നത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് കഴിഞ്ഞോ? കഴിഞ്ഞോ? അതെ, ഇതിന് തക്കതായ തെളിവ് കേട്ടിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞോട്ടല്ലേ, ഞാൻ തെളിവ് അങ്ങനെ പറഞ്ഞോട്ടെ. അയാൾക്ക് ഇനി തെളിവ് കൊടുക്കാൻ ആരെങ്കിലും ഇറങ്ങി വരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നോക്കാം. ആ ഇനി പറയാനും പറയും. വലൈൻ സാൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹു ഖുൽ അൽഹംദുലില്ലാഹ്. അവിടെ ചോദിച്ചിട്ടില്ലല്ലോ പറഞ്ഞേ അല്ലേ? വലൈൻ സാൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹു ചോദിച്ചൂന്ന് കിട്ടൂല. ചോദിച്ചിട്ടില്ലല്ലേ? ചോദിച്ചൂന്ന് കിട്ടൂല, ചോദിക്കാ ഇന്നെന്ന് പറയും ചെയ്യാം. ഖുൽ അൽഹംദുലില്ലാഹ് തങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാറില്ല. അപ്പൊ ചോദിച്ചാതെ അവർ പറയേണ്ടി വരും എന്ന അവസ്ഥയിൽ മിണ്ടാട്ടം മുട്ടി നിൽക്കും അവര്. ദിയാത്തം പോയി ഓതൂല നബി, ഈ ആയത്ത് ഓതിയാൽ തന്നെ മതിയല്ലോ. അപ്പൊ ഒരു മിണ്ടാട്ടം നിൽക്കുമ്പോ അവർക്കെതിരെ ലക്ഷ്യം നിരത്തി എന്നതിൽ സംതൃപ്തനായിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. ഇനി തങ്ങൾ അവരെ കൊള്ള നോക്കണ്ട. തെളിവ് നിരത്തിയിട്ട് ഓലെ ആക്കിയില്ലേ? തെളിവൊക്കെ നിരത്തി സമ്മതിച്ചിട്ട് ഇനിപ്പൊഞ്ഞും തിരിഞ്ഞില്ലാന്ന് നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നില്ലേ? അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ പറയാനുള്ള വാക്കാണ് അൽഹംദുലില്ലാ. അതവിടെ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ നേരത്തെ അയാൾ ചെയ്തപ്പോ അൽഹംദുലില്ലാ എന്ന് ഞാൻ ഇവിടെ പറയണം. ആ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാ. പിന്നെ ആ ശിർക്കിന്റെ കുറെ രൂപം പറഞ്ഞല്ലോ, കുറെ വന്നേ. അല്ല നാലാമത്തെ രൂപം ഒന്നുകൂടി പറഞ്ഞ, നാലാമത് പറഞ്ഞേ. നാലാമത്തെ കാരണം അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീറുൻ യഅതഖിദൂന ഫീഹി അന്നഹു മുജാബു ദഅവതി വമഖബൂലു ശഫാഅത്തി ഇൻദല്ലാഹി തആല ഇത്തഖദൂ സ്വനമൻ അലാ സൂറതിഹി യഅബുദൂനഹു അലാ ഇഅ്തിഖാദി അന്ന ദാലികൽ ഇൻസാന യകൂനു ശഫീഅൻ ലഹും യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹി തആല അലാ മാ അഖ്ബറല്ലാഹു തആല അൻഹും ബിഹാദിഹിൽ മഖാലത്തി ഫീ ഖൗലിഹി ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അപ്പോൾ ആ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇതായിട്ട് ഇപ്പം നമ്മൾ സുന്നിയാള് ചെയ്യണ ഇസ്തിഹാസമായിട്ട് ഒരുമാതിരിയായിട്ട് വരുന്നില്ല. ഇപ്പൊ ആ പറഞ്ഞത് ഈ പറഞ്ഞിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പിന്നെ ഒരു റജുലിന്റെ രൂപം ഉണ്ടാക്കി, എന്നിട്ട് ഇതിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നുള്ള വിശ്വാസം. എപ്പം ശഫാഅത്ത് ചെയ്യും? എന്തുകൊണ്ട് ശഫാഅത്ത് ചെയ്യുന്ന പറഞ്ഞേ? ശഫാഅത്ത് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഇത്തഖദൂ സ്വനമൻ അലാ സൂറതിഹി യഅബുദൂനഹു. അപ്പൊ ഒരു വിഗ്രഹമുണ്ടാക്കി അതിന് പൂജാതി കർമ്മങ്ങൾ നടത്തിയാൽ അപ്പൊ അലൈതിഖാദി അന്ന ദാലികൽ ഇൻസാന യകൂനു ശഫീഅൻ ലഹും. ഈ പൂജ നടത്തിയതിന്റെ പേരിൽ ഏതൊരു ബിംബം ഏതൊരാളെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ ബിംബത്തെ പൂജിച്ചതിന്റെ പേരിൽ പ്രസാദമുണ്ടായിട്ട് അതേ ബിംബത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ ഇവർക്ക് ശഫിയാകും എന്ന് അവർ വാദിക്കാം. അപ്പൊ ഇബാദത്താണെന്ന് ഇബാദത്ത് ചെയ്ത് ഫനമാക്ക എന്നിട്ട് മഅബൂദാക്കുക. ഇബാദത്താണെങ്കിൽ റബ്ബാണെന്നുള്ള വിശ്വാസമാണോ? എന്നിട്ട് റബ്ബാണെന്ന അവകാശത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള അർഹതക്ക് ഇയാൾ വണങ്ങും. പക്ഷെ ശഫിയാകലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ എന്ന് അവരെ വാദം. പക്ഷേ ഇലാഹ എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇലാഹ എന്ന വിശ്വാസമല്ല, ഇലാഹ ആക്കി. വിശ്വാസം ഉണ്ടാവട്ടെ, ഇല്ല ആക്കട്ടെ, ഇലാഹ ആക്കി. ഇലാഹാണെന്ന് അവർ വിശ്വാസം പറഞ്ഞു, കള്ളം. ഇലാഹാണ് എന്നുള്ള നിലക്കല്ലേ ഇബാദത്ത് ചെയ്യുന്നത്. നിങ്ങളെ സംശയം തീർന്നില്ലേ? വിശ്വാസത്തോടു കൂടെ തന്നെ ഇലാഹ എന്നുള്ള വിശ്വാസം ഉണ്ടായോണ്ടല്ലോ ഇവിടെ ഇത് ഇലാഹാണെന്ന നിലക്ക് മഅബൂദാക്കി. ആ മഅബൂദാക്കിയ ശഫിയാണ് എന്നുള്ള വാദത്തിനേക്ക് തെളിവുണ്ടോ എന്നാ ഓരോട് ഖുർആനിൽ അല്ലാഹു ചോദിച്ചത്. ഈതൂനി ബി കിതാബ് എന്ന് പറഞ്ഞില്ലേ, അത് ആ വിശ്വാസക്കാരായ മുശ്രിക്കുകളോടാണ്. എല്ലാം കൂടി കലസരുത്. ഈതൂനി ബി കിതാബ് അം ലഹും കിതാബ് എന്ന് ചോദിച്ചത് ഈ വിശ്വാസക്കാരായവരോടാണ്. രേഖ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ശഫിഅ എന്ന് വാദിച്ചിട്ട് മഅബൂദാക്കുന്നത്? അപ്പൊ മഅബൂദാക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇങ്ങനെയാണ്. ഇത് ബുദ്ധിപരമായി ശിർക്കാണെന്ന് പറയാൻ ന്യായമില്ലെങ്കിലും ശറഅ വിരോധിച്ചത് കൊണ്ട് അത് ശിർക്കാണ് എന്ന് റാസിയുടെ നിരൂപണം. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. നിങ്ങൾ ചോദിച്ചാ പോരെ, നേരെ കളണ്ടായിരുന്നു. നമ്മള്
ഒരു ഏകദൈവ വിശ്വാസി ഒരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ നമ്മൾ ലാഹിർ പ്രകാരം അവൻ കാഫിറാണെന്ന് വിധിക്കും. ഇതുപോലെ ഒരു മക്ബറയിൽ ചെന്ന് വലിയന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താലും നമ്മൾ അതുപോലെ ലാഹിർ കൊണ്ട് വിധിക്കണ്ടേ? എന്തുകൊണ്ട് വിധിക്കുന്നില്ല? മനസ്സിലായില്ല. കുഫർ സുജൂദ് സ്വനമനാവട്ടെ ഏത് സൃഷ്ടിക്കാവട്ടെ സുജൂദ് ചെയ്യല് കുഫറിന്റെ അമാറത്തായ പ്രവൃത്തിയാണ്. അതൊരാളിൽ നിന്നുണ്ടായാൽ കുഫർ വിധിക്കും. ഖബറിൽ ചെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ഏത് കുഫറിന്റെ അടയാളായ പ്രവൃത്തിയാണ്? അതല്ലല്ലോ. ആണോ? അത് പ്രത്യക്ഷത്തിൽ അള്ളാഹ് ഇവരോട് ഇപ്പൊ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ബിംബങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അവർ ദുആ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് എടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ദുആ ഇനി കയ്യൊന്നും പൊക്കാതെ എങ്ങനെ നിൽക്കുകയാണെങ്കിലോ ദുആ എന്നറിയുന്നത് ഒരു അപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പുറത്തുനിന്ന് ഒരാൾ വീക്ഷിച്ച് അങ്ങനെ മനസ്സിലാക്കാം. അതിന് ദുആ എന്നത് വിദ്ദത്തിന്റെ ബാബിൽ കുഫറായിട്ട് എണ്ണപ്പെടുന്ന ഒരു ഇബാദത്തിന്റെ കർമ്മമായിട്ട് ആരും എണ്ണിയിട്ടില്ല. ഒരു ഫഖീഹ്. ഇത് ഫിഖ്ഹാണ് വിഷയം. ഏത് കാഫിറാണെന്നും മുർത്തദാണെന്നും വിധി എഴുതുന്ന വിഷയം വിശ്വാസപരമല്ല. മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കർമ്മപരമായ വിഷയമാണ്. ശാഫി മദ്ഹബ് പ്രകാരം ഏതെങ്കിലും ഒരു പടപ്പിന്റെ മുമ്പിൽ, അത് വിഗ്രഹമാവട്ടെ അല്ലാത്തതാവട്ടെ, ഒരു പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ആ സുജൂദ് നല്ലത് കാഫിറാകുന്ന പ്രവൃത്തിയാണ്. ഇതുപോലെ ഖബറിങ്കൽ പോയി ദുആ ചെയ്യൽ കാഫിറാകുന്ന പ്രവൃത്തിയാണെന്ന് ഒരു ഇമാമും ഒരു മദ്ഹബിലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് കാഫിറാവുന്ന പോലെ അത് കാഫിറാവൂല. അപ്പൊ നമ്മളിപ്പോ പൊട്ടിട്ട് കഴിഞ്ഞാലൊക്കെ കാഫിറാണെന്ന് പറയുന്നത് അത് മുശ്രിക്കീങ്ങളുടെ മാത്രം ഇടപാടായതുകൊണ്ട് ചിലപ്പോ കാഫിറാണെന്ന് വരും. പൂണൂല് ധരിക്കുക, അതുപോലെ ഒരു കൂട്ടരുടെ മാത്രം ആരാധനാ ചിഹ്നമായിട്ടോ അല്ലെങ്കിൽ സംസ്കാര ചിഹ്നമായിട്ടോ അറിയപ്പെടുന്ന അതേ ചിഹ്നം ചിലർ നടത്തിയാൽ പ്രവൃത്തി കൊണ്ട് കാഫിറാണ് എന്ന് വിധി എഴുതും. അതൊക്കെ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. മഖബറയിലെ ദുആ ആ കൂട്ടത്തിലൊന്നും എണ്ണിയിട്ടുണ്ട്. അത് സുന്നത്താന്നാ പറഞ്ഞത്. എല്ലാ ഫുഖഹാവും സുന്നത്ത് ചെയ്തതിന് കാഫിറാന്ന് പോലും പറയില്ലല്ലോ. ശരിയല്ലേ? മുസ്ലിമായ ഒരു വ്യക്തിയെ കാഫിർ എന്ന് വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറാകുമെന്ന വിധിയുണ്ടോ? മുഅയ്യനായ നിർണിതനായ ഒരാളെ അയാൾ മുസ്ലിമായിരിക്കെ കാഫിർ എന്ന് വിളിച്ചാൽ ആ വിളിച്ചവൻ കാഫിറാകും. ഇതുപോലെ മുശ്രിക്കല്ലാത്തവനെ ഒരാൾ മുശ്രിക്ക് എന്ന് വിളിച്ചാൽ വിളിച്ചവൻ മുശ്രിക്കാകുമോ? മുശ്രിക്കല്ലാത്ത ഒരു നിർണിത ആളെ മുശ്രിക്ക് എന്ന് വിളിച്ചാൽ ഓ മുശ്രിക്കാകും. നമ്മുടെ നാടുകളിലൊക്കെ വഹാബികളും മറ്റും സുന്നികളെ അതിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞ പണ്ഡിതന്മാരെ എല്ലാവരെയും ഭൂരിപക്ഷം ശിർക്കിൽ എന്ന് പറയുന്ന അവർ മുശ്രിക്കുകളാകുമോ? അവരാവൂല. മുശ്രിക്കുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിക്കണമെങ്കിൽ നിർണിത ആളെ, നിർണിത വ്യക്തിയെ കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ പറഞ്ഞാൽ അയാൾ കാഫിറാകും. അതേപോലെ സുന്നികൾ എന്ന കൂട്ടർ മുശ്രിക്കാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ആ പേരിൽ കാഫിറാകൂല. കാരണം നിർണിത വ്യക്തിയല്ല, ഒരു സമൂഹത്തെ കൂട്ടായിട്ട് അയാൾ പറഞ്ഞത്. അതിന് ഏതും ആകാലോ സുന്നികൾ എന്നും അവരെ പറ്റി തന്നെ ആകാലോ. ഒരു കാഫിറാണ് മുശ്രിക്കാണ് എന്നാകാലോ അവരാ പറയുന്നതിന്റെ അർത്ഥം. കേരളത്തിലൊക്കെ ഹൈന്ദവർ നിങ്ങളുടെ വിശദീകരിച്ച ഷിർക്കിന്റെ ഏത് ഇനങ്ങളിൽപ്പെട്ട വിശ്വാസമുള്ളവരാണ്? അത് ഹൈന്ദവരോട് തന്നെ ചോദിക്കണം. ഞാനിവിടെ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായി ഉണ്ടാക്കപ്പെട്ട വിഗ്രഹത്തിന്റെ പൂജകരാകുന്നു ഇവിടുത്തെ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് മനോരമ വായിച്ചിട്ട് പറഞ്ഞതാണ്. അത് ഇനി ഞാൻ ഉത്തരവാദിയല്ല, മനോരമയിൽ വായിച്ചിട്ടുള്ളത് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. കേരളത്തിലെ ഹൈന്ദവരിപ്പം നമുക്ക് ചർച്ച ചെയ്യണ്ട, നമ്മളടി ചർച്ച ചെയ്യാം, മതിയല്ലോ. യാഹൂഹ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നത് ഷിർക്കാണെന്ന് ആരോപിക്കുന്ന പുത്തൻവാദികൾ പറയുന്നത് ആ 1000 പ്രാവശ്യം അള്ളാഹു എന്ന് വിളിക്കുന്നതല്ലേ വിശ്വാസത്തിന്റെ പരമകാഷ്ഠ എന്ന് അവർ വാദിക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അത് ഉമ്മേന്ന് വിളിച്ചോണ്ട് കൊടുത്ത് അള്ളാഹു എന്ന് വിളിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്ന് വാദിക്കുന്ന മാതിരി പൊട്ടത്തരം. ഉമ്മയെ കഞ്ഞണ്ടോ ഉമ്മയെ എന്നെ പിടിച്ചോ എന്ന് പറയേണ്ട അടുത്ത് അള്ളോ എന്നാല് പൊട്ടത്തരല്ലേ? എന്നാ യഥാർത്ഥ അർത്ഥത്തിൽ നോക്കിയാൽ കാര്യമാണ്. അത് രണ്ടും ഒരുപോലെയാണെങ്കിൽ സാധാരണ നാം കുത്തുബിയത്ത് നടത്തുമ്പോൾ യാ ഉമ്മ എന്ന് 1000 വട്ടം വിളിച്ചാൽ നമ്മൾ കാര്യം അത് വേറെ. 1000 വട്ടം വിളിക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഒരാള്. ആ കാര്യം മനസ്സിലാക്കി വിളിക്കുന്നിടത്ത് അള്ളാഹ് വിളിക്കുന്നതല്ലേ അതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പൊട്ടത്തരാന്നാണ് ഞാൻ പറഞ്ഞത്.
അതിന് ഉമ്മ 1000 വട്ടങ്ങളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ട് വിളിക്കുന്നത് നല്ലതന്നെയാണ്. നിങ്ങളമ്മങ്ങളോട് പറഞ്ഞ് കുടുക്ക് വന്നാൽ ഇന്ന 1000 വട്ടം വിളിച്ചോണ്ടി മോനെ എന്ന് പറഞ്ഞിട്ട് അതിൽ വിശ്വാസം പൂണ്ടെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ അതന്നെ ഏറ്റവും നല്ലത്. ഉമ്മ എന്ന് വിളിക്കുന്നതും യാവസും മുഹിയദ്ദീൻ വിളിക്കുന്നതും ഒരുപോലെയാണെങ്കിൽ പിന്നെ പറയാതെ തന്നെ വിളിക്കാലോ. ഒരുപോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ വിളിക്കുന്നത് അള്ളാഹ് എന്ന് 1000 വട്ടം വിളിക്കുന്നതല്ലേ നല്ല വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് അവർ വാദിക്കുന്നത്. അള്ളാഹ് വിളിക്കേണ്ടവർക്ക് അള്ളാഹനെ വിളിക്കണം. മുഹിയദ്ദീൻ ഷെയ്ഖ് വിളിച്ചാൽ അതിന്റെ പേരിൽ ഉത്തരം തരും എന്ന് പറഞ്ഞെടുത്ത് അത് വിശ്വസിച്ച് വിളിക്കുന്നു, അതെന്നെ വിളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അത് മനസ്സിലാണല്ലോ? അത് മനസ്സിലായി. ഏറ്റവും നല്ലത് അള്ളാഹ് 1000 വട്ടം വിളിക്കല്. ഏറ്റവും നല്ലത് എന്തിന് നല്ലത് എന്നാണ് നോക്കേണ്ടത്. എന്തിന് നല്ലത്? നമ്മുടെ ഏത് കാര്യങ്ങൾക്കും അള്ളാഹുവിൽ തവക്കുൽ എന്നൊരു വിശേഷം കാര്യമില്ലേ? ആണ്. പക്ഷെ ഇവിടെ തവക്കുലിനെതിരല്ല ഒരു സബബുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ മുഹിയദ്ദീൻ ഷെയ്ഖേ മുഹിയദ്ദീൻ ഷെയ്ഖേ മുഹിയദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിച്ച ഒരാള് അയാൾക്ക് ആ ഉത്തരം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണമല്ലോ. അപ്പൊ ആ ഉദ്ദേശത്തിന് വേണ്ടി കുത്തുബിയത്തിൽ അങ്ങനെ തന്നെ വിളിക്കണം. കുത്തുബിയത്തിൽ ആ സ്ഥാനത്ത് യാ അല്ലാ എന്നാ വിളിച്ചതെന്ന് വെച്ചാൽ കുത്തുബിയത്തിന് ഭംഗം വരും, നാശാവും കുത്തുബിയത്ത്. എന്നാ ഞാൻ പറഞ്ഞു കുത്തുബിയത്ത് പൂർത്തിയാക്കാൻ നല്ലത് യാ മുഹിയദ്ദീൻ എന്ന് വിളിക്കൽ തന്നെയാണ് ചുരുക്കം. അതൊരു മത്ലൂബായ അല്ലെങ്കിൽ ഒരു സുന്നത്തായ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നടത്തുന്നതൊക്കെ മത്ലൂബാകണമെന്നില്ല, അയക്കൂടായില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് യാ മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നത് കുത്തുബിയത്തിന്റെ ഭാഗമായ ഒരു വിളിയാണ്. അത് നടക്കണമെങ്കിൽ മുഹിയദ്ദീൻ ഷെയ്ഖിനെ തന്നെ 1000 വട്ടം വിളിക്കണം. അവിടെ യാ അല്ലാ എന്ന് പറഞ്ഞാൽ കുത്തുബിയത്താവൂല. അല്ല, ഇസ്തിഗാസ സുന്നത്താണെന്ന് നമുക്കൊരു ഇസ്തിഷ്ഫാഉ സുന്നത്താണ്. ഇസ്തിഷ്ഫാഉ സുന്നത്താണ് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അതെന്നെയാണ് മുൻകേതെന്ന് കിട്ടൂല. ഇസ്തിഷ്ഫാഉ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന്റെ വിഭാഗത്തിൽ ഏതെങ്കിലും ചെയ്യുന്നിടത്ത് പറഞ്ഞ ദിക്ർ മാറ്റിയിട്ട് അത് ചെയ്താൽ പറ്റുമോ? അപ്പൊ യാവസും മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നത് ഇസ്തിഷ്ഫാഉ ആണ്. യാ മുഹിയദ്ദീൻ എന്ന് പറയുന്നത് ഇസ്തിഷ്ഫാഇന്റെ ഭാഗമാണ്. അപ്പൊ അത് സുന്നത്താണ്, അത് മൊത്തം സുന്നത്താണ്. കഴിഞ്ഞു. ഷിർക്ക് 2 ഇനം: വാജിബുൽ വുജൂദ്, ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത്. വേറെ തരം ഷിർക്കില്ല, സിഫാത്തിലുള്ള ഷിർക്ക്. അതൊക്കെ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് പറഞ്ഞ ഷിർക്കിന്റെ അകത്ത് പെടുത്തി എല്ലാം നമ്മൾ വ്യാഖ്യാതാക്കണം. നമ്മളെ വിശ്വാസശാസ്ത്രത്തിന്റെ ഇമാമിയങ്ങള് സിഫാത്തിലുള്ള റാത്തിലുള്ള അഫ്ആലിലുള്ള ഷിർക്കിനെ എല്ലാം ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് പറഞ്ഞ ഒരൊറ്റ ഷിർക്കാക്കി തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഒരു ഇബാദത്ത് ഉണ്ടല്ലോ, ഇഫ്രാദുൽ മഅബൂദ് ബിൽ ഇബാദത്തി മഅ ഇഅ്തിഖാദി വഹദത്തി ദാതൻ വ സിഫാത്തിൻ വ അഫ്ആലൻ. അതാണ് ഷിർക്ക് എന്നതിന്റെ അവിടെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകത്വം എന്നാണ് തൗഹീദ് എന്നതിന്റെ അർത്ഥം. ഷിർക്ക് എന്നതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാവൂല. സിഫാത്ത് എത്രണ്ണുണ്ട്? അപ്പൊ ഓരോ സിഫത്തിലുള്ള ഷിർക്കിന്റെ വിശ്വാസത്തെ വേറെ വേറെ തിരിച്ചറിഞ്ഞു. അദ്വൈത സിദ്ധാന്തമല്ല അവര് ഷിർക്ക് വരുന്നത്, അവരുടെ സിഫത്തിന്റെ ദൈവത്തിന്റെ എന്തും ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തി എന്ന് പറയുന്ന ഷിർക്കിലോ വാജിബുൽ വുജൂദി എന്ന് പറഞ്ഞ ഷിർക്കിലോ ഉൾപ്പെടാത്ത ഒരു ഷിർക്കുമില്ല, ഒരു ഷിർക്കിന്റെ വിശ്വാസമല്ല. സിഫാത്തിൽ അത് വരുമോ? സിഫാത്ത് ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ അകത്ത് പെടാത്ത ഒരു സിഫാത്തിന്റെ ഷിർക്കില്ല. ഞങ്ങൾ ഉസൂലിന്റെ ഉലമാക്കള് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങള് ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും സ്വാംശീകരിക്കുന്ന ഒന്നായിട്ടാണ് ഉപയോഗിച്ചത്. ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് അല്ലാഹുവല്ലാത്തവർക്ക് വിശ്വസിച്ചാൽ ഷിർക്ക് വന്നു. അള്ളാഹിനെ കൊണ്ട് മാത്രം തനിച്ചു നിൽക്കുന്ന സിഫത്ത് അതാണ്. ഈ താരീഫ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വഹാബികള് സുന്നികൾക്കെതിരെ പറയുന്നത്. അത് തെറ്റാണ്. ആ താരീഫ് മനസ്സിലാക്കാത്ത. അല്ല, ഈ താരീഫ് ശരിയല്ലേ? ആ താരീഫ് ശരിയാണ്. അപ്പൊ ആ താരീഫ് ശരിയാകുമ്പോൾ അതിലിപ്പം സിഫാത്ത്, അള്ളാഹുവിന്റെ സിഫത്ത് മറ്റുള്ളവരെ അവരോധിച്ചുകൊണ്ട് അവരോട് സഹായം തേടുക. നിങ്ങൾ ഉണ്ടാക്കലല്ല ഷിർക്ക്. ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തിന് ആധാരമാകുന്ന ഏത് സിഫത്താണോ ആ സിഫത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിക്കുന്നതാണ് ശരി. അവിടെയാണ് ഷിർക്ക് വരിക. ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തിന് ആധാരമാകുന്ന സിഫത്ത് ഏതാണോ ആ സിഫത്ത് വന്നാൽ മറ്റേത് തരം സിഫത്തുകളിൽ പെട്ട്. ഉദാഹരണമായി ഈ കയ്യിന്റെ പൂർണ്ണ അവകാശി ഞാനാണ് എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ആരും എന്റെ മേലല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ശിർക്കാണ്. ഇതിന് വേറൊരു വാക്ക് പറയാൻ പാടില്ല.
ഇത് എന്റെ അള്ളാഹുവിന് പുറമെ ഇത് വേറെ ഏതോ ഒരാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ്, അള്ളാഹുവിന് ഇതൊരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇങ്ങനെ കോടാനുകോടി ശിർക്കുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാകണം നിർവചനത്തിൽ കൊടുക്കുമ്പോൾ. അതിനല്ലേ വിശ്വാസ ശാസ്ത്രമാകുമ്പോൾ. അപ്പൊ എല്ലാ ശിർക്കുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ വ്യാപ്തിയുള്ള പദമാണ് ഇസ്തിഹ്ഖാഖുൽ ഇബാദത്തിന്റെ ശിർക്ക് എന്ന് പറയുന്നത്. അതിലെല്ലാം ഉൾക്കൊണ്ടു. സിഫാത്തും അതിൽ ഉൾക്കൊണ്ടു. എല്ലാം ഉൾക്കൊണ്ടു. സിഫത്തിലും ശിർക്ക് വരാം. ശിർക്ക് വരാം. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇവിടെ പറഞ്ഞു ഹൈന്ദവ ഇതര മതസമുദായങ്ങളുടെ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പൊട്ടുതൊടൽ, പൂനൂൽ ധരിക്കൽ പോലത്തതൊക്കെ ധരിക്കുകയാണെങ്കിൽ പരസ്യമായി നടത്തുന്ന പ്രകടനമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ അവർ കാഫിറാണ്, കുഫ്രിയത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അഭിനയത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെയും ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ വേഷധാരി മുസ്ലിമായി പേര് ഉള്ള ആളുകൾ പൊട്ട് തൊട്ടുകൊണ്ടും പൂനൂൽ ധരിച്ചുകൊണ്ടും അതുപോലെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് ആരാധിക്കുന്ന ആരാധനാകർമ്മങ്ങൾ, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നമ്മൾ കാഫിറാണെന്ന് പറയേണ്ടി വരില്ലേ? ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളായ, മുശ്രിക്കീങ്ങളായ, കാഫിരീങ്ങളായ പ്രത്യേക ആളുകളുടെ പ്രത്യേക വേഷമായി ധരിക്കപ്പെടുന്ന വേഷം ധരിച്ചാൽ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അയാളെ കാഫിറെന്ന് വിധി എഴുതും എന്നാണ് കർമ്മശാസ്ത്രം. അത് ഇസ്ലാമിക ഭരണകൂടം ഇവിടെ ഉണ്ടെങ്കിൽ കാഫിറിന് വിധി എഴുതും. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാം. അല്ല, അപ്പൊ വിധി എഴുതുന്നതാണ് ആ മസാല. നമ്മളും പറയും കാഫിറും ഇതിന്റെ പേരിൽ കാഫിറാവുന്ന പ്രവൃത്തിയാണത് എന്ന് പറയും. യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടെങ്കിലേ കാഫിറാവുള്ളൂ. കുഫറിന്റെ വിശ്വാസമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ കാഫിറാവുള്ളൂ. അത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. പക്ഷേ വിശ്വാസം ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ പ്രവൃത്തിയിൽ കണ്ടാൽ തന്നെ നമ്മൾ കാഫിറാണ് എന്ന് ഭരണകൂടത്തിന്റെ ലെവലിൽ വിധി എഴുതും. എന്നിട്ട് പറയുന്നതിന്റെ അർത്ഥം അവരെ മുസ്ലിമീങ്ങളെ ചെയ്യുന്നത് പോലെയല്ല ചെയ്യുക, കാഫിരീങ്ങളെ ചെയ്യുന്നത് പോലെ മറമാടും, കാഫിരീങ്ങളെ ചെയ്യുന്നത് പോലെ നിക്കരിക്കാതെ ചെയ്യും എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഭരണകൂടത്തിന്റെ നടപടിയാണ് ആ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പരസ്യമായിട്ട് പണ്ഡിതന്മാർക്ക് പറയാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരെ വ്യക്തിനെ പരാമർശിക്കുന്ന വിഷയം ഇവിടെ പറയുന്നത് അല്ല. അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. ഉസ്താദ് അവനെ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലൊന്നും നേരത്തെ പറഞ്ഞു. അതാണ് വിധി എഴുതും. നമ്മൾ വിധി എഴുതും. ഇസ്ലാമിക ഭരണകൂടമാണ് അങ്ങനെ വ്യക്തിനെ നോക്കി വിധി എഴുതുക. നിങ്ങൾ ഇന്ത്യ രാജ്യം എന്ന് തുടങ്ങിയതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അല്ല, അങ്ങനല്ല. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അങ്ങനെ വിധി എഴുതാം. വിധി എഴുതാൻ മാത്രമല്ല, അദ്ദേഹത്തെ അങ്ങനെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ മഹല്ല്, ആ മഹല്ലിലെ മുഫ്തിയെയും ആ മഹല്ല് അംഗീകരിക്കുന്ന ഖാദിയെയും അധികരിച്ചിട്ട് അയാൾ കാഫിറാണ് എന്ന് വിധി എഴുതിയാൽ ആ മഹല്ലും അയാളോട് അതുപോലെ അനുവർത്തിക്കും. അതിനൊക്കെ അനുവാദമുണ്ട്. അനുവാദമുണ്ടല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ഒരാളാണ് പരസ്യമായിട്ട് പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റൂല. എന്താ പറഞ്ഞാല് മൊത്തം ഒരാളെ ഒറ്റക്ക് നോക്കി കാഫിറിന് വിധി എഴുതാൻ പാടില്ല. കാഫിറാകുന്ന പ്രവൃത്തിയാണ്. കാഫിറാകുന്ന പ്രവൃത്തി ഒരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിയെ അതിന്റെ അടിസ്ഥാനത്തിൽ കാഫിർ എന്ന് പണ്ഡിതന് വിധി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇതര ആളുകളുടെ വിവാഹം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നടത്തി കൊടുക്കാൻ, അങ്ങനെ കാഫിർ എന്ന് വിധി എഴുതിയ ആൾക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. വിധി പറഞ്ഞ ആൾക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. പണ്ഡിതന്മാർ വിധി പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി കൊടുക്കാൻ, ഒരു പണ്ഡിതൻ പറഞ്ഞാൽ മറ്റേ പണ്ഡിതന് വിയോജിപ്പുണ്ടാകാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കും. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പണ്ഡിത സമൂഹം അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ആരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പണ്ഡിത സമൂഹം അങ്ങനെ ഒരു വിധി ഒരാൾക്കെതിരെ വിധി പറയുകയും അയാളുടെ മകളെ മറ്റുള്ള ആളുകൾക്ക്, മറ്റു മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മഹല്ലത്തിൽ മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്നത് പോലെ ആ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ പാടില്ല, കഫൻ ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നത് ആരാണ്? ഇയാളെ വിശ്വസിക്കുന്ന ആൾക്കാർ അത് സ്വീകരിക്കും വേണം. അതെ, പണ്ഡിതന്മാരെ എല്ലാരും വിശ്വസിക്കൂലല്ലോ. അതാ പറയുന്നത്. അപ്പൊ അതിനെ വിശ്വസിക്കുന്ന പണ്ഡിതനെ വിശ്വസിക്കുന്ന ആൾക്കാരനുസരിക്കണം ആ ഫത്വയിൽ. വിശ്വസിക്കണം. അപ്പം ഇങ്ങനെ ബാഹ്യമായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അയാൾ വിശ്വാസപരമായിട്ട് അയാളെ നമുക്കത് ആഖിറത്തിലെ കാഫിർ എന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല. ദുനിയാവിന്റെ കാഴ്ചപ്പാടിൽ കാഫിറാണെന്ന് വിധി എഴുതാൻ അറിവുള്ള പണ്ഡിതനിക്ക് അവകാശമുണ്ട്. അപ്പൊ ആ വിധി എഴുതിയ ആളും അയാൾ അംഗീകരിക്കുന്ന ആളുകളും ആ വിധിയുടെ നടപ്പിലനുസരിച്ച് നടക്കണം. ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് ഇപ്പോൾ അയാളുടെ വിശ്വാസം നോക്കേണ്ടതില്ല, ബാഹ്യമായിട്ട് വിധി എഴുതിയ അതേ കാര്യം അറിയുന്ന പണ്ഡിതനോ അത് വിശ്വസിക്കുന്ന ആൾക്കാരും അതനുസരിച്ച് നീങ്ങണം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്?
ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല ഞാൻ ചോദിക്കണത്. ഉസ്താദ് നമ്മളെ ആളാണ് എന്നുള്ള നിലക്ക് ചോദിക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്കാണല്ലോ എല്ലാ പ്രവാചകന്മാരെക്കാളിലും പദവി കൊടുത്തത്. അപ്പം നമ്മൾ തയ്യാത്ത് ഓതുമ്പം നടുവിലെ തയ്യാത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ മുഹമ്മദ് നബിക്ക് കൊടുത്തതിനേക്കാൾ ശഫാഅത്ത് കൊടുത്തത്, പദവി കൊടുത്തത് ഇബ്രാഹിം നബിക്കാണെന്നല്ല മനസ്സിലാണ് കഴിഞ്ഞവർക്ക്. അത് ഈ വിഷയം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായതുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ കുടുംബത്തിനും സ്വലാത്ത് ചെയ്തതുപോലെ സ്വലാത്ത് ചെയ്യണം എന്ന ആശയം നബിയുടെ കുടുംബത്തിലേക്ക് മാത്രം ബാധകമാണ് എന്നൊരു വ്യാഖ്യാനം ഇമാമുകൾ അവിടെ നൽകിയിട്ടുണ്ട്. നബിക്ക് ബാധകമല്ല. മനസ്സിലായോ? അതുപോലെ പല വ്യാഖ്യാനങ്ങളും ഈ ചോദ്യത്തിന് ഇമാമുകൾ നൽകിയിട്ടുണ്ട്. ആ വിഷയം നല്ലപോലെ അറിയാൻ ഫത്താവ നുസ്രത്തുൽ അനാം സമ്പൂർണ്ണ ഫത്താവ അങ്ങനെ ഷെയ്ഖുനാന്റെ ഒരു ഫത്താവ ഉണ്ട്, അതൊരു പ്രതി വാങ്ങി വായിച്ചു നോക്കിയാൽ മതി. السلام عليكم. لبيك اللهم لبيك لبيك لا شريك لك ഇല്ലാ ശരീക്കൻ ഹുവൽ ലക തംലിക്കുവമാ മലക്കുന്നുള്ള ജാഹിലിയ കാലത്തെ ആ തൽബിയത്തിനെ പറ്റി ഒരു വിശദീകരണം. അതായത് അതിൽ ഈ മക്കയിലുള്ള മുശ്രികൾക്ക് മിൽക്ക് ഉണ്ട് എന്നുള്ള ഒരു ധ്വനി അതിലുണ്ട്. അതിൻ്റെ വിശദീകരണം. അംബുബിന് ലുഹയ്യ എന്ന് ഞാൻ ഈ പറഞ്ഞ ആള് അയാൾ ഉണ്ടാക്കി തീർത്തതാണ് ഈ ഹജ്ജിലെ തെൽബിയത്തിന്റെ വാചകം. ഹജ്ജിലെ തെൽബിയത്തിന്റെ വാചകം ഇല്ലാ ശരീക്കൻ ഹുവലക് തംലികുഹു വമാ മലക് എന്ന് പറയുന്ന ഇല്ലാ ശരീക്കൻ മുതൽ തംലികുഹു വമാ മലക്ക് വരെയുള്ള വാചകം അംബുബിന് ലുഹയ്യ ഇബ്രാഹിമി പാരമ്പര്യത്തിന് വിരുദ്ധമായി ആ തെൽബിയത്തിൽ കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവങ്ങളെ കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി അങ്ങനത്തെ ശരീക്കുണ്ട് എന്ന വിശ്വാസം തൗഹീദിന്റെ കലിമത്തായ തെൽബിയത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സൂത്രത്തിലാള് ചേർത്തതാണ് ഈ തെൽബിയത്ത്. അള്ളാന്റെ റസൂല് ഹജ്ജ് ചെയ്യുമ്പോ ലാ ശരീക്കലക്ക് എന്ന് പറഞ്ഞാൽ ഖദ് ഖദ് എന്ന് പറയും. ബുഖാരിയിലുണ്ട് ഖദ് ഖദ് മതി മതി ഇല്ലാ ശരീക്ക് എന്ന് ഞാൻ പറയുന്നിരുന്നിട്ട്. അപ്പൊ അംബുബുൽ ലുഹയ്യ എന്ന് പറയുന്ന ആള് കൂട്ടിച്ചേർത്ത പദമാണ് ഇല്ലാ ശരീക്കൻ ഹുവലക് തംലികുഹു വമാ മലക്. അദ്ദേഹമാണെങ്കിൽ ഇതര ദൈവങ്ങളെ അന്യനാട്ടിൽ പോയി അറബുകളിലേക്ക് ഇറക്കുമതി ചെയ്ത ആളുമാണ്. ആ ബഹുദൈവങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചേർത്ത് കൊടുത്തതാണ് തെൽബിയത്തിൽ ആ വാചകം. അതിൽ അദ്ദേഹം പറയുന്നത് തംലികുഹു വമാ മലക, ഞങ്ങളുടെ ഈ ദൈവങ്ങളെയും ആ ദൈവങ്ങൾ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്ന വലിയ ഇലാഹാണ് നീ, എങ്കിലും ഇവർക്കും ഉടമാധികാരമുണ്ട് എന്ന് ഈ ദൈവങ്ങളെ പറ്റി അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഉടമാധികാരം ഏത് ദൈവത്തിന് സമ്മതിച്ചോ ശിർക്കായി. ആ ശിർക്കിന്റെ പ്രഖ്യാപനം ഈ തെൽബിയത്തിലും ഉണ്ട്. വ്യക്തമായി? ശ്രമിക്കണം. ഞാൻ ഒരു സംശയം മുജാഹിദിന്റെ അടിയിൽ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ ചോദ്യം ചോദിക്കാൻ പോലും ഞാൻ അർഹനല്ല, എന്നാലും ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. പിന്നെ കഴിഞ്ഞു പോയ വിളിച്ച് പ്രാർത്ഥിക്കാന്നൊരു വിഷയത്തിൽ നിന്നൊക്കെ എല്ലാം മനസ്സിലായി അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ എൻ്റെ മുമ്പ് 1,24,000 അല്ലെങ്കിൽ 2,24,000 പ്രവാചകന്മാർ വന്നിരുന്നുണ്ടല്ലോ. അതിന് ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടോ? വിളിച്ച് പ്രാർത്ഥിക്കാന്നറിയുന്ന ഇവരാരോപിക്കുന്നതിന്റെ പേര് ഇസ്തിശ്ഫാഇ എന്നാണ്. ഷഫാഅത്ത് അവരെ പ്രതി അള്ളാഹുവിന്റെ ഗുണം ആഗ്രഹിക്കുക. അവരെ പ്രതി അള്ളാഹുവിന്റെ ഗുണം നബിതങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നബിതങ്ങൾക്ക് ഷഫാഅത്ത് കിട്ടേണ്ടത് ഈ നബിമാരുടേതാകണ്ടേ? ഈ നബിമാർക്കല്ല, ആ നബിമാർക്ക് ഷഫാഅത്ത് കിട്ടുന്നത് നബിയിലൂടെയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നബി പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ നബി അവർ മുഖേന ഷഫാഅത്ത് ചെയ്യാൻ തേടുന്നത് വൃത്തിയല്ലേ? അതുകൊണ്ടാണ് നബിയുടെ ഇസ്തിശ്ഫാ അങ്ങനെ കേൾക്കാത്തത്. പഠിപ്പിക്കാൻ വേണ്ടി നബി ഇസ്തിശ്ഫായിന്റെ വാക്കുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
സഹോദരന്മാരെ, ഇതിലൊരു 8-10 മിനിറ്റ് ഉള്ളൂ. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടതുപോലെ IDF എന്ന സംഘമാണ്. നിങ്ങളൊക്കെ അധികവും ബഹുഭൂരിപക്ഷം ഇവിടെ ഉള്ളത് മുഅല്ലിമീങ്ങൾ, ഖാലിമാര്, ഖത്തീബുമാര് കിട്ടുന്ന ശമ്പളം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. നിങ്ങളുടെ ദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ വലിയ ഒരു സംഖ്യ ചെലവഴിച്ചു വരുന്നവരാണ്. നിങ്ങളോട് പിരിവ് ചോദിക്കുന്നതിൽ പ്രയാസമുണ്ട്. എങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഈ സംഘത്തെ ഇത്തരം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ പരിപാടി അവസാനിച്ചിട്ട് പോകുമ്പോൾ സ്റ്റേജിൽ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കയ്യിലോ അല്ലെങ്കിൽ പ്രവർത്തകന്മാർ അവിടെ കൂപ്പണുമായിട്ട് നിൽക്കുന്നവരുടെ കൂപ്പണോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ട് ഈ സംരംഭത്തെ സഹായിക്കണം. ഇത് കേവലം നിങ്ങളെപ്പോലെ മുഅല്ലിമീങ്ങളും ഖത്തീബുമാരും മുദരിസുമാരും ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന് നിങ്ങളെപ്പോലെ കിട്ടുന്ന വേദനയെ ജീവിതത്തിനുള്ളൂ. അവർ സ്വന്തം എടുത്തിട്ട് കടബാധ്യത വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തി ഇത്രയും ഒപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ വന്ന കടബാധ്യതകൾ തീരാനും നേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനും സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളും ഈ സംരംഭത്തിൽ സഹായിക്കണം, സഹകരിക്കണം.